ഒരു സ്കൂൾ പെൺകുട്ടിയുടെ മരണത്തിനു പിന്നിലെ ഒരിക്കലും ആർക്കും ഗസ് ചെയ്യാൻ പറ്റാത്ത ഒരു ലോഡ് ട്വിസ്റ്റ് നിറച്ച് ത്രില്ലടിപ്പിച്ച് പറഞ്ഞ ഒരു കിടിലൻ മിസ്റ്ററി ത്രില്ലർ ഡിറ്റക്റ്റീവ് കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ട്വിസ്റ്റ് പ്രേമികളായ നിങ്ങൾക്ക് ഒരിക്കലും ഈ കഥ നിരാശപ്പെടുത്തി എന്ന് തോന്നില്ല. കഥയെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. ഇതിപ്പോ ഞാൻ തള്ളിവിടുന്നതാണോ അല്ലെങ്കിൽ കഥയിൽ ശരിക്കും എന്തെങ്കിലും ഉണ്ടോ നമുക്ക് കണ്ടു നോക്കിയാലോ? അതിനു മുൻപ് നിങ്ങളിലേക്ക് നല്ല കഥകൾ കൊണ്ടുവരാൻ ഒരു മോട്ടിവേഷനായിട്ട് എന്റെ എല്ലാ ചങ്കുകൂട്ടുകാരും ഈ ഒരു വീഡിയോയ്ക്ക് ആദ്യം തന്നെ ഒരു ലൈക്ക് തരില്ലേ? കഥ കണ്ട് ഇഷ്ടപ്പെട്ട് ഇതുപോലുള്ള കഥകൾ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇനി നമുക്ക് കഥ ആരംഭിക്കാം. ഈ കഥയുടെ ആരംഭത്തിലെ ഏതോ ഒരു കാട് പോലുള്ളൊരു സ്ഥലത്ത് സ്കൂൾ യൂണിഫോം കെട്ടിട്ടുള്ള ഒരു പെൺകുട്ടി അർദ്ധരാത്രി ഒറ്റക്ക് കിടക്കാണ്. അപ്പോഴാണ് നമ്മൾ കാണുന്നത് അവളുടെ കഴുത്തിലായിട്ട് ഒരു കോമ്പസ് വെച്ച് ആരോ കുത്തിയിട്ടുണ്ട്. പതിയെ ആ ഒരു കോമ്പസ് അവൾ വലിച്ചൂരിയിട്ട് അവളുടെ കൺട്രോൾ നഷ്ടപ്പെട്ട് പതിയെ ആ ഒരു കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അവൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് ദൂരം അവൾ നടന്ന ശേഷം പെട്ടെന്ന് അവൾ തളർന്ന് വീണുപോണ്. ഈ ഒരു പെൺകുട്ടിയുടെ പേരാണ് റഷിത. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ആ ഒരു ഗ്രാമത്തിലെ അതിരാവിലെ വീട്ടിലെ ന്യൂസ് പേപ്പർ കിട്ടുന്ന ഒരു ന്യൂസ് പേപ്പർ ബോയാണ്. അവൻ സൈക്കിൾ വന്നോണ്ടിരിക്കുമ്പോ ആ ഒരു കാടിന്റെ ഏരിയ എത്തിയപ്പോ അവന് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. അങ്ങനെ സൈക്കിൾ നിർത്തിയിട്ട് കുറച്ച് കാടിന്റെ ഉള്ളിലേക്ക് വന്നപ്പോഴാണ് കഴിഞ്ഞ രാത്രി നമ്മൾ കണ്ട ആ ഒരു പെൺകുട്ടിയിലെ അവള് മരണപ്പെട്ട നിലയില് അവൻ കാണുന്നത്. ഉടനെ തന്നെ പോലീസിനെയും മീഡിയയും അവൻ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ പോലീസും അതുപോലെ മീഡിയ, ജനങ്ങള് ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ ആ ഒരു ക്രൈം സീനിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു കേസ് ഏറ്റെടുത്തത് സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ശ്രീകാന്ത് എന്നൊരു പോലീസുകാരനാണ്. എന്നാൽ അങ്ങേര് ഈ ഒരു കേസ് അന്വേഷണം സന്ധ്യ എന്ന മറ്റൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ കൈമാറാണ്. അങ്ങനെ ആ ഒരു ക്രൈം സീനില് ഋഷിതയുടെ ബോഡി ചെക്ക് ചെയ്തിട്ട് സന്ധ്യക്കൊരു കാര്യം ഉറപ്പായിട്ടുണ്ട്. എന്തായാലും ഋഷിതയ്ക്ക് ഇവിടെ വെച്ചിട്ടല്ല അക്രമേറ്റിട്ടുള്ളത്. കാരണം ഒരു ഫോഴ്സ് നടന്നതിൻ്റെതോ രക്തം തെറിച്ചതിൻ്റെതോ ഒരു പാടും അവിടെയില്ല. അതുപോലെ അവളുടെ ഷൂസ് മോരിപ്പോയിട്ടുണ്ട്. ഇവിടെ വരെ അവൾ നടന്നു വന്നതാണ്. അങ്ങനെ അവളുടെ കാലിന്റെ ഫൂർപ്രിന്റ് ഫോളോ ചെയ്തിട്ട് അവർ പതിയെ ഉള്ളിലേക്ക് പോകുമ്പോൾ ആ ഒരു കാട്ടിന്റെ ഉള്ളിലായിട്ട് ഋഷിതയുടെ സ്കൂൾ ബാഗ് കാണുന്നുണ്ട്. അതുപോലെ അതേ സ്ഥലത്ത് അവളുടെ കഴുത്തിലേറ്റ ആ ഒരു മുറിവിന് കാരണമായ കോമ്പസും സന്ധ്യക്ക് കിട്ടുകയാണ്. അതിലെ ഫിംഗർ പ്രിന്റ് കളക്ട് ചെയ്യാനായിട്ട് ഫോറൻസിക് ടീമിന്റെ ഏൽപ്പിക്കുന്നുണ്ട്. ഋഷിതയുടെ ബോഡി ആദ്യമായിട്ട് കണ്ട ആ ഒരു പത്രക്കാരൻ പനിയില്ലേ അവനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ രാവിലെ പത്രടാനെ ഈ വഴി പോകുന്നതിനിടയിലാണ് ആ പെൺകുട്ടിയുടെ ബോഡി ഞാൻ കാണുന്നത്. ഉടനെ തന്നെ പോലീസിനെ അറിയിച്ചിരുന്നു. ഓൾറെഡി ഋഷിതയുടെ മരണത്തില് തകർന്നിരിക്കുന്ന അവളുടെ അച്ഛനോടും അമ്മയോടും സന്ധ്യ പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കണ്ട, മകളുടെ കൊലയാളി ആരായാലും അധികം വൈകാതെ തന്നെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കും. അടുത്ത സീനിലെ മീഡിയ മുഴുവനായിട്ട് ആ ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്യാണ്. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരു പെൺകുട്ടി മരണപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേ? എന്നാൽ അങ്ങേര് പറയുന്നുണ്ട്, അതിന് കഴിഞ്ഞ ദിവസം ഋഷിത സ്കൂളിലേക്ക് വന്നിട്ടില്ല. സ്കൂളിലേക്ക് വരാത്തൊരു കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. വെറുതെ ഓരോ ഇഷ്യൂസ് പടച്ചുവിട്ടിട്ട് സ്കൂളിന്റെ പേര് ചീത്തയാക്കാൻ നിൽക്കരുത്. അടുത്ത സീനിലെ ഏതോ ഒരു പയ്യനൊരു ചായക്കടയിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവന്റെ ഓപ്പോസിറ്റ് നമ്മുടെ ഡിറ്റക്റ്റീവായ സന്ധ്യയും അവളുടെ കൂട്ടുകാരി പല്ലവിയും സ്കൂട്ടിയിൽ പോകുന്നത്. അപ്പോൾ മുഖം മറിച്ചിട്ട് അവരുടെ പിന്നാലെ അവനവന്റെ ബൈക്ക് എടുത്ത് പോകുന്നുണ്ട്. ഇനിയിപ്പോ അവരെ എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോകാനായിട്ടായിരിക്കുമോ? സന്ധ്യ അവളുടെ ഓഫീസിൽ നിന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദൂരെ വന്നിട്ട് അവൻ അവളെ തന്നെ നോട്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന്റെ ഫ്രണ്ട് ബബുലു അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല മോനെ എന്താ ഇവിടെ ചെയ്യുന്നേ? എടാ അതൊന്നുമില്ല, എന്റെ ലവറെ കാണാൻ വന്നിയാ. നീ ആരെ വേണേലും കാണാൻ വന്നോ? അതിന് ഏതോ ഒരു തന്റെ ബൈക്ക് അടിച്ചു മാറ്റിയിട്ട് വരേണ്ട എന്താ ആവശ്യടാ? അതായത് സന്ധ്യ കണ്ടപ്പോ അവനെല്ലാം മറന്നുപോയതാണ്. ഓൾറെഡി ഇവൻ അടിച്ചിട്ട് വന്ന ആ ഒരു ബൈക്കിന്റെ ഓണറില്ലേ അങ്ങനെ ഒന്ന് മാറിയെന്ന് ചോദിച്ചിട്ട് നല്ല കലിപ്പില് അങ്ങേരുടെ ബൈക്ക് എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോ ബബുലു ചോദിക്കുന്നുണ്ട്, അല്ല മോനെ നീ നിന്റെ ലവറെ ഫോളോ ചെയ്തപ്പോ എന്തിനാടാ മുഖത്തൊരു തുണിയൊക്കെ കെട്ടിയിട്ട് ഒരു തീവ്രവാദിയോ കള്ളക്കടത്ത് കാരനെ പോലെയൊക്കെ അവളെ ഫോളോ ചെയ്തേ? അപ്പൊ അവൻ പറയുന്നുണ്ട്, അതൊന്നുമില്ല, ഞാൻ അവളെ വായി നോക്കുന്ന കാര്യം അവളറിയാൻ പാടില്ലല്ലോ. അതായത് ഇവൻ ആരാന്ന് വെച്ചാല് ഇവൻ വേറെ ആരുമല്ല, നമ്മുടെ ഈ കഥയിലെ ഹീറോ തന്നെയാണ്. അടുത്ത സീനില് സന്ധ്യയും അവളുടെ കൂട്ടുകാരിയും അസിസ്റ്റന്റുമായിട്ടുള്ള പല്ലവിയും നമ്മുടെ ഋഷിത പഠിച്ച സ്കൂളിലേക്ക് വരികയാണ്. എന്നിട്ട് ആദ്യം തന്നെ ഋഷിതയെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ക്ലാസ് ടീച്ചറോട് ചോദിക്കുന്നുണ്ട്, അല്ല ടീച്ചറെ, ഋഷിതയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അപ്പോൾ ടീച്ചറും പറയുന്നുണ്ട്, അവളൊരു നല്ല കുട്ടിയായിരുന്നു, ക്ലാസ്സിലെ നമ്പർ 1 സ്റ്റുഡന്റുമാണ്. ഒരു തരത്തിലുള്ള മോശപ്പെട്ട സ്വഭാവം അവൾക്കുണ്ടായിരുന്നില്ല. അപ്പൊ സന്ധ്യ, പിന്നെ അവൾക്ക് എന്തായിരിക്കും സംഭവിച്ചേ? അല്ല അവൾക്ക് ആരെങ്കിലും ശത്രുക്കളായിട്ടോ അല്ലെങ്കിൽ അവളോട് ദേഷ്യമുള്ളതായിട്ട് ആരെങ്കിലും ഉള്ളതായിട്ട് നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ? അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, ഋഷിതയാണ് ക്ലാസ്സിൽ എപ്പോഴും നന്നായിട്ട് പഠിക്കാറ്, നല്ല മാർക്കും വാങ്ങാറ്. എന്നാൽ അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, അവളുടെ പേര് നേഹ എന്നാണ്. ഈ ഒരു നേഹ ആരാന്ന് വെച്ചാല് ഋഷിതയുടെ ഒരു കസിനാണ്, അതായത് ഫാമിലിയാണ്. നേഹയാണെങ്കിൽ ആ ഒരു പരീക്ഷയ്ക്ക് കുറഞ്ഞ മാർക്ക് 40 മാർക്കിൽ താഴെ വാങ്ങിയിട്ടുള്ളൂ. ആ ഒരു കാര്യം അറിഞ്ഞപ്പോ പ്രിൻസിപ്പൾ അവളെ വിളിച്ച് അവളുടെ ചെവി പൊട്ടുന്ന രീതിയിൽ ചീത്ത പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഫാമിലി തന്നെയല്ലേ ഋഷിത,
അവളെ കണ്ടുപിടിക്കേ. എല്ലാ സബ്ജക്റ്റിനും അവള് നല്ല മാർക്ക് വാങ്ങുന്നുണ്ട്. നീ ആണെങ്കിൽ രാവിലെ ഒരുങ്ങിക്കെട്ടി ക്ലാസ്സിലേക്ക് വന്നിട്ട് എന്ത് കാര്യ? എന്നാൽ ആ ഒരു സംസാരമൊക്കെ നേഹയെ വല്ലാതെ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഋഷിതയോട് അവൾക്ക് നല്ല ദേഷ്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ടീച്ചറോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പിന്നീട് സന്ധ്യയും പല്ലവിയും നേരെ വരുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പളിനെ കാണാനാണ്. എന്നിട്ട് സന്ധ്യ ചോദിക്കുന്നുണ്ട്, അല്ല പ്രിൻസിപ്പളെ, നിങ്ങളുടെ സ്കൂളിലൊരു പെൺകുട്ടിയിലെ ഋഷിത, അവള് മരണപ്പെട്ടിട്ട് മീഡിയാസ് ചോദ്യം ചോദിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞേ? അവള് അന്നത്തെ ദിവസം സ്കൂളിലേക്ക് വന്നിട്ടില്ല എന്നല്ലേ? അപ്പോൾ എനിക്ക് CCTV വിഷ്വൽസ് ഒന്ന് കാണാൻ പറ്റുമോ? എന്നാൽ അങ്ങേര് പറയുന്നുണ്ട്, അതിന് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് കോളേജിലെ CCTV മുഴുവൻ കംപ്ലൈന്റ് ആണ്. കുറച്ചു ദിവസമായി ടെക്നീഷ്യനെ വിളിച്ചിട്ട് എന്നാലും വന്നിട്ടില്ല, ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സന്ധ്യ, ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിലുള്ള ബാക്കി ടീച്ചേഴ്സിനെ ഒന്ന് കാണണല്ലോ. അങ്ങനെ അവരെ സ്റ്റാഫ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. അങ്ങനെ ആ ഒരു സ്കൂളിലെ 4 ടീച്ചേഴ്സ് ഉണ്ട്. അവരെ 4 പേരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സന്ധ്യ പറയുന്നുണ്ട്, ഋഷിതയുടെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള അവളുടെ ഫാമിലിയിലുള്ള ഒരു നേഹ എന്ന പെൺകുട്ടിയിലെ, അവളെ എനിക്കൊന്ന് മീറ്റ് ചെയ്യണല്ലോ, അവളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ പറയുന്നുണ്ട്, അതിന് 2-3 ദിവസമായിട്ട് നേഹ സ്കൂളിലേക്ക് വന്നിട്ടില്ല. കൂടുതലായിട്ടൊന്നും ചോദിക്കാതെ സന്ധ്യ അവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. അടുത്ത സീനിലെ നേഹയുടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, കുറച്ച് നാൾ മുൻപ് വരെ എന്റെ മോള് ക്ലാസ്സിൽ ചെറിയ മാർക്ക് മാത്രമേ വാങ്ങാറുണ്ടായിരുന്നുള്ളൂ. എന്നാലിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, അവള് നല്ല മാർക്ക് വാങ്ങാൻ തുടങ്ങി. എന്താ മാറ്റം സംഭവിച്ചെന്നറിയില്ല. തന്റെ അച്ഛൻ പറയുന്നതൊക്കെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നേഹ കേൾക്കുന്നുണ്ട്. എന്നാൽ അവളുടെ മുഖഭാവം കാണുമ്പോൾ എന്തൊക്കെയോ ഒളിപ്പിച്ച് വെക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അടുത്ത സീനില് നമ്മുടെ ഹീറോ കുറച്ച് നാളായിട്ട് ഡിറ്റക്റ്റീവ് സന്ധ്യയെ വായി നോക്കി വരാറുണ്ടായിരുന്നില്ലേ? എന്നാൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് അവള് ഓഫീസിലേക്ക് വരുന്ന കാണുന്നില്ല. ഹീറോയോട് ബബലു പറയുന്നുണ്ട്, നിന്റെ ശല്യം സഹിക്കാൻ പറ്റാതെ അവള് ഓഫീസിലേക്ക് വരുന്നില്ല എന്ന് തീരുമാനിച്ചാ. എന്നാൽ സന്ധ്യയുടെ ഫ്രണ്ടില്ലേ പല്ലവി, അവള് നേരെ ഹീറോയോട് വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല കുറച്ചു ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എന്താ രണ്ടാളുടെയും പരിപാടി? എന്നാൽ ഹീറോ പറയുന്നുണ്ട്, ഒന്നുമില്ല, വെറുതെ കാറ്റുള്ളാന്. എന്നാല് ബബിൾ ഒറ്റ കൊടുക്കാണ്, വെറുതെ ഒന്നുമല്ല. ദിവനില്ലേ, ഇവൻ നിന്റെ ഫ്രണ്ട് സന്ധ്യയെ കുറച്ച് നാളായിട്ട് വൺ സൈഡായി പ്രണയിക്കാണ്. എന്നാൽ പറയാൻ ചെക്കന് ധൈര്യമില്ല. അപ്പോ കുറച്ച് ദൂരം നിന്ന് കണ്ടിട്ട് ഒന്ന് സമാധാനിക്കാണ്. എന്നാൽ പലവ് പറയുന്നുണ്ട്, സന്ധ്യയെ കുറച്ച് നാളായിട്ട് എനിക്ക് അറിയുന്നില്ലേ, അവൾക്ക് ഈ പ്രണയം ലപ്പ് അതിനോടൊന്നും തീരെ താല്പര്യമില്ലെന്ന് തോന്നുന്നേ. അപ്പൊ ഹീറോ പറയുന്നുണ്ട്, അതെന്തെങ്കിലും ആവട്ടെ, അല്ല 2 ദിവസമായിട്ട് സന്ധ്യയെ കാണുന്നില്ലല്ലോ, എന്തുപറ്റി? അപ്പോഴാണ് പല്ലവി പറയുന്നത്, 2 ദിവസമായിട്ട് സന്ധ്യയുടെ ഒരു വിവരവുമില്ല. അവളുടെ വീട്ടില് ഫ്രണ്ട്സിന്റെ അരികിലൊക്കെ നമ്മൾ അന്വേഷിച്ച് നോക്കി, എന്നാൽ ആർക്കും ഒന്നും അറിയില്ല. അവള് മിസ്സിംഗ് ആണോന്ന് സംശയമുണ്ട്. നമ്മളുടെ ടീം മുഴുവനായിട്ട് അവളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോ ഷോക്കായിട്ട് പറയുന്നുണ്ട്, 2 ദിവസമായിട്ട് അവള് മിസ്സിംഗ് ആണെന്നോ? ഹീറോ പറയുന്നുണ്ട്, ഇനി താമസിക്കണ്ട, നമുക്ക് ഓഫീസിലേക്ക് പോവാം. ഇവിടെയാണ് ഈ കഥയുടെ പേരെഴുതി കാണിക്കുന്നത്, ഡിറ്റക്റ്റീവ് കാർത്തിക്. അല്ല ഹീറോ എന്താ പെട്ടെന്ന് ആ ഒരു ഓഫീസിനുള്ളിലേക്ക് കയറിപ്പോയെന്ന് വെച്ചാല്, നമ്മുടെ ഹീറോയും സന്ധ്യ പോലെ തന്നെ ഒരു ഡിറ്റക്റ്റീവ് ആയിരുന്നു. എന്നാൽ ഹയർ അതോറിറ്റിയുടെ ചില കൈകടത്തലുണ്ട്. നമ്മുടെ ഹീറോയ്ക്ക് ജോലി മടുത്തിട്ടാണ് കുറച്ചു നാളത്തേക്ക് ജോലിയിൽ നിന്ന് ഹീറോ വിട്ടുനിന്നത്. അപ്പോൾ ഹീറോയുടെ ഹെഡ് ചോദിക്കുന്നുണ്ട്, അല്ല മോനെ, കുറെ നാളായാലും ഇങ്ങോട്ട് കണ്ടിട്ട് എന്തായാലും ജോലി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്, അത് നന്നായി. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് സന്ധ്യ. 2 ദിവസമായിട്ട് അവള് മിസ്സിംഗ് അല്ലേ, അവളുടെ കേസ് ഞാൻ അന്വേഷിക്കാൻ പോവാണ്. പിന്നെ കുറച്ച് ദിവസമായിട്ട് അവൾ ഏതൊക്കെയോ കേസിന്റെ പിന്നാലെ ആയിരുന്നില്ലേ, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് വേണമല്ലോ. അപ്പോൾ ഹെഡ് പറയുന്നുണ്ട്, സന്ധ്യ കുറച്ച് നാൾ മുൻപ് നമ്മുടെ SI ശ്രീകാന്ത് ഇല്ലേ, അങ്ങേരെ ഏൽപ്പിച്ചൊരു മർഡർ കേസായിരുന്നു അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു കേസ് ഏതെന്ന് വെച്ചാല് ആ ഒരു സ്കൂൾ കുട്ടിയില്ലേ ഋഷിത, അവളുടെ മർഡർ കേസ് തന്നെയാണ്. അങ്ങനെ സന്ധ്യ ഓൾറെഡി ശേഖരിച്ച എവിഡൻസ് ഒക്കെ ഹീറോ കളക്ട് ചെയ്തിട്ട് ഹീറോയും ടീമും നേരെ പോകുന്നത് ആ ഒരു പോലീസുകാരൻ ശ്രീകാന്തിനെ കാണാനാണ്. അങ്ങനെ ശ്രീകാന്തിന്റെ വീട്ടിലെത്തിയിട്ട് സന്ധ്യയുടെ മിസ്സിനെ കുറിച്ച് അങ്ങേരോട് ചോദിക്കുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, 2 ദിവസം വരെ അവള് കേസിന്റെ എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് അവളുടെ ഒരു ഇൻഫർമേഷൻ ഇല്ലാതായി. ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും വർക്കിൽ ബിസിയായി പോയതാണെന്ന്. എന്നാൽ അവസാനം അവൾ എന്നോട് പറഞ്ഞത് അവൾക്ക് ഏതോ പ്രധാനപ്പെട്ട ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടെന്നാണ്. എന്നാൽ അതെന്താണെന്ന് എന്നോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഇനി അവളെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാലേ മറക്കാതെ ഞങ്ങളെ ഒന്ന് ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല്ലവി പറയുന്നുണ്ട്, അവസാനമായിട്ട് ഞാനും സന്ധ്യയും കൂടി ആ ഒരു ഋഷിത പഠിച്ച സ്കൂളിലേക്ക് പോയിരുന്നേ, അതിനുശേഷമാണ് അവള് മിസ്സിംഗ് ആവുന്നേ. അപ്പൊ ഹീറോ, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിന്നെ കൂട്ടാതെ അവൾ ഒറ്റക്ക് സ്കൂളിലേക്ക് പോയിട്ടുണ്ടെങ്കിലോ, നമുക്ക് സ്കൂളിലേക്ക് ഒന്ന് പോയി നോക്കാം. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഋഷിത പഠിച്ച ആ ഒരു സ്കൂളിലെ 2 പയ്യന്മാർ തമ്മിൽ പൊരിഞ്ഞ അടിയാണ്. ആ ഒരു ഫൈറ്റ് ഒരു സാറ് കാണുന്നുണ്ട്. ഈ ഒരു സാറിന്റെ പേരാണ് മനു. അങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം? അപ്പൊ അതിലൊരുത്തൻ പറയുന്നുണ്ട്, ഇവനില്ലേ, ഇവൻ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇവന്റെ ഹോംവർക്കുകൾ എന്നോട് എഴുതി കൊടുക്കാനാ പറയുന്നത്. ആ ഒരു ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നില്ലേ, അവന്റെ പേരാണ് റോഹൻ. അപ്പോ മനുസാറ് പറയുന്നുണ്ട്, റോഹ, നീ എന്താ ഗുണ്ടയാ? മേലില് നിന്നെ കുറിച്ച് ആരുടെ ഭാഗത്തൊന്നും ഒരു കംപ്ലൈന്റ് ഉണ്ടാകാൻ പാടില്ല, മര്യാദക്ക് ക്ലാസ് പോടാ. അതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ ടീമും നേരെ വരുന്നത് ഋഷിതയുടെ ക്ലാസ് ടീച്ചറില്ലേ, ആ ഒരു ലേഡിയെ കാണാനാണ്. ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല അവസാനമായിട്ട് ഡിറ്റക്റ്റീവ് സന്ധ്യ നിങ്ങളെ കാണാൻ വന്നിരുന്നില്ലേ, അതിനുശേഷം എപ്പോഴെങ്കിലും അവർ സ്കൂളിലേക്ക് വന്നിരുന്നോ? അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞാൻ വന്നതായിട്ട് കണ്ടിട്ടില്ല, ഇനി കൂടുതൽ അറിയണമെങ്കിൽ പ്രിൻസിപ്പളോടൊന്ന് ചോദിച്ചേക്ക്. അങ്ങനെ പ്രിൻസിപ്പളിനെ കാണാൻ ഹീറോയിൻ ടീം വരുമ്പോൾ അങ്ങേര് ചോദിക്കുന്നുണ്ട്,
അല്ല നിങ്ങളാരാ? ഋഷിതയുടെ കേസ് സന്ധ്യ എന്ന മറ്റൊരു ഡിറ്റക്റ്റീവ് ആയിരുന്നില്ലേ അന്വേഷിച്ചുകൊണ്ടിരുന്നേ? അപ്പോൾ ഹീറോ പറയുന്നുണ്ട് സന്ധ്യക്ക് പകരം ഇനി ഈ കേസ് ഞാൻ അന്വേഷിക്കാൻ പോകുന്നത്. പിന്നെ ഋഷിതയുടെ ക്ലാസ്സിലെ കുട്ടികളെ എനിക്കൊന്ന് ചോദ്യം ചെയ്യണമല്ല. അതിനെന്താ? അങ്ങനെ ഋഷിതയുടെ ക്ലാസ്സിലേക്ക് ഹീറോയും ടീമിനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളൊരു കൂട്ടുകാരി ഋഷിത കൊല്ലപ്പെട്ട കാര്യം ഇതിനകം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്നാൽ അവൾ കൊല്ലപ്പെട്ടത് ഒരു കോമ്പസ് കൊണ്ടാണ്. അതിന്റെ അർത്ഥം നിങ്ങളുടെ ക്ലാസ്സിലുള്ള ആരോ ഒരാളാണ് ആ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്. അപ്പോൾ ആരാന്ന് ഇങ്ങ് പറയുന്നില്ലെന്നല്ലേ? എന്നാൽ എല്ലാ കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നേഹയ്ക്ക് മാത്രം ഒരു കൂസലുമില്ല. അവള് തല താഴ്ത്തിയിരിക്കുന്നുണ്ട്. നേഹയുടെ ആ ഒരു മുഖഭാവം നമ്മുടെ ഹീറോ ശരിക്കും നോട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോ സ്ട്രൈറ്റ് ആയിട്ട് ചോദ്യം ചോദിച്ചില്ലേ, അത് പ്രിൻസിപ്പലിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളൊരു പക്വതയുള്ള ഡിറ്റക്റ്റീവ് അല്ലേ, ഇങ്ങനെയാ കുട്ടികളോട് ചോദ്യം ചോദിക്കുക? ചില ഉത്തരങ്ങൾ കിട്ടാൻ ചോദ്യങ്ങൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് ചോദിക്കേണ്ടി വരും. എന്നിട്ട് ആ ഒരു കുട്ടികളോട് അല്ല നിങ്ങളിലെ ഋഷിതയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാ? അപ്പോൾ 3 കുട്ടികള് കൈ തൂക്കുന്നുണ്ട്. അതിൽ ഒരാളാണ് നമ്മുടെ കലിപ്പൻ റോഹൻ. അപ്പോൾ ഹീറോ അടുത്ത ചോദ്യം ചോദിക്കുന്നുണ്ട്, അല്ല ഋഷിത നിങ്ങളിലെ ആർക്കാ തീരെ ഇഷ്ടമില്ലാതെ? അപ്പോൾ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും 2 കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിലൊരാള് നമ്മുടെ നേഹയാണ്. ഋഷിതയുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള 3 പേരോട് ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല ഋഷിതയ്ക്ക് എന്തൊക്കെയാ ഇഷ്ടം? അവളെ ഇടക്കിടക്ക് എന്തൊക്കെയാ ചെയ്യാറുള്ളത്? അപ്പോൾ അവര് പറയുന്നുണ്ട് അവൾക്ക് പുസ്തകം വായിക്കാൻ ഇഷ്ടമാണ്. ഓൾറെഡി ക്ലാസ്സിലെ നമ്പർ 1 സ്റ്റുഡന്റ് അല്ലേ, ഒരു ബൂജിയാണെന്ന് പറയാം. അപ്പോൾ അവളെ ഇഷ്ടമില്ലാത്ത 2 കുട്ടികളില്ലേ, നേഹയടക്കം, അവരോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് അവളിൽ എന്താ കൂടുതൽ ഇഷ്ടം? അപ്പോൾ നേഹ പറയുന്നുണ്ട്, സാറേ അവളെന്റെ കസിനാണ്. അവളൊരു പുസ്തക പുഴുവെന്ന് പറയാം. എപ്പോഴും അവൾ പഠിച്ചുകൊണ്ടിരിക്കും. ക്ലാസ്സിലെ നമ്പർ 1 ആയതുകൊണ്ട് പഠിത്തത്തിൽ അവളുടെ അരികിൽ എത്താൻ പറ്റാത്തതിൽ എനിക്ക് അവളോടൊരു ചെറിയ അസൂയുണ്ടെന്ന് പറയാം. അപ്പോൾ ഹീറോ പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും വന്നോളെന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ ഇറങ്ങുമ്പോൾ പ്രിൻസിപ്പള് പിന്നാലെ വന്ന് പറയുന്നുണ്ട്, അല്ല സാറേ കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യം ഇതുപോലെ ഹാഷായിട്ട് ചോദ്യം ചോദിക്കാനാണെങ്കിൽ സാറിനി ഈ ഒരു സ്കൂളിലേക്ക് വരരുത്. എന്നാൽ ദേഷ്യത്തിൽ ഹീറോ പറയുന്നുണ്ട് ഒരു പെൺകുട്ടി മരണപ്പെട്ടതാ, അല്ലാതെ ടൂറ് പോയതല്ല. അതുകൊണ്ട് കേസ് അന്വേഷിക്കാൻ വരണോ വരണ്ടോ എന്ന് ഒരു പ്രിൻസിപ്പൾ ആയിട്ടുള്ള നിങ്ങൾ തീരുമാനിക്കണ്ട. ഓൾറെഡി സന്ധ്യ അന്വേഷിച്ചതിൽ ഒരു കാര്യം ഹീറോയുടെ ടീമിന് മനസ്സിലായിട്ടുണ്ട്. അതായത് പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുള്ളത് ഋഷിത കൊല്ലപ്പെട്ടെന്ന് അവള് സ്കൂളിലേക്ക് വന്നിട്ടില്ലായിരുന്നല്ലേ. എന്നാൽ അവള് വന്നിരുന്നു എന്ന് ചെക്ക് ചെയ്യാൻ ആ സ്കൂളിലെ CCTV ക്യാമറ കംപ്ലൈന്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഋഷിതയുടെ പാരന്റ്സിനോട് ചോദിച്ചു നോക്കാം. അങ്ങനെ ഹീറോയും ടീമും നേരെ അവളുടെ പാരന്റ്സിനെ കാണാൻ പോയിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, സാറേ അന്ന് രാത്രി എന്റെ മകളെ ഞാനാ ആ സ്കൂളിൽ കൊണ്ടാക്കിയേ. അവള് സ്കൂളിലേക്ക് കയറി പോകുന്ന കണ്ടിട്ടാ ഞാൻ തിരിച്ചു വന്നേ. പിന്നെ പ്രിൻസിപ്പൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പൊ ഹീറോ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അധികം വൈകാതെ നിങ്ങൾക്ക് നീതി ഞാൻ വാങ്ങി തന്നോളാം. അങ്ങനെ ഏകദേശം നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പല്ലവിയെ അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഹീറോ ഒറ്റയ്ക്ക് അന്വേഷണത്തിന് ഇറങ്ങാണ്. അങ്ങനെ പല്ലവി വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു കോള് വരുന്നുണ്ട്. ആരാ നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടില്ലേ ബബലു, അങ്ങേര് തന്നെയാണ്. അങ്ങേര് പറയുന്നുണ്ട് കാർത്തിക്കിന് അവനൊരു അപകടം പറ്റിയിട്ടുണ്ട്, അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ഹോസ്പിറ്റലിന്റെ പേര് പറയുമ്പോഴേക്കും ഫോണ് കട്ടായി പോവാണ്. അല്ല ഇനി കാർത്തിക്കിന് വലിയ അപകടം വല്ലതും പറ്റിയിട്ടുണ്ടാവോ? വേഗം തന്നെ ഓടിപ്പിടിച്ച് അവള് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് ബബുലിനോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ കാർത്തിക്കിന് പറ്റിയേ? എന്നാലും ബബലു പറയുന്നുണ്ട്, കാർത്തിക്കിനാ ഞാൻ നിന്നോട് എന്താ പറഞ്ഞേ? കാർത്തിക്കിന്റെ മാമന് അപകടം പറ്റിയെന്നല്ലേ? നിന്റെ വീടിന്റെ അടുത്ത് നല്ല റേഞ്ചല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരെ തിരിച്ചു നീ കേട്ടെ. എന്നാൽ ഹീറോയ്ക്ക് അപകടം പറ്റിയെന്ന് പറഞ്ഞപ്പോ അവള് ഓടിപ്പിടിച്ച് വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നില്ലേ. അപ്പൊ ബബലു ചോദിക്കുന്നുണ്ട്, അല്ല പല്ലവി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീയും കാർത്തിക്കും തമ്മിൽ നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ട് 1 ദിവസം അല്ലെ 2 ദിവസമായിട്ടുള്ളൂ, അതിനുള്ളിൽ അവനൊരു അപകടം പറ്റിയെന്ന് പറയുമ്പോ ഇത്രക്ക് ആവലാതിപ്പെടേണ്ട എന്താവശ്യ? അപ്പോ പല്ലവി പറയുന്നുണ്ട്, കുറെ നാളായിട്ട് വൺ സൈഡായിട്ട് ഞാൻ കാർത്തികിനെ പ്രണയിക്കുന്നുണ്ട്, എന്നാൽ എനിക്കത് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോഴാണ് ചില ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. അതായത് സന്ധ്യയെ കാണാനായിട്ട് നമ്മുടെ ഹീറോ ആ ഒരു ഓഫീസിലേക്ക് വരാറില്ലേ. എന്നാൽ ഹീറോ വരുന്ന കണ്ടപ്പോ പല്ലവി എന്താ കരുതെന്ന് വെച്ചാല് ഹീറോ വരുന്നത് തന്നെ കാണാനാണെന്നാണ്. എന്തായാലും ചെക്കൻ കുറെ നാളായിട്ട് കഷ്ടപ്പെടുന്നില്ലേ. നേരിട്ട് പോയിട്ട് പല്ലവി അവളുടെ ഉള്ളിലുള്ള ഇഷ്ടം പറയാന്ന് കരുതിയിട്ടാണ് ഹീറോയോടും ഫ്രണ്ടിനോടും അല്ല രണ്ടാളും എന്താ പരിപാടി എന്ന് ചോദിച്ചു തുടങ്ങി. അപ്പോഴല്ലേ ഫ്രണ്ട് പറയുന്നത് കാർത്തിക് സന്ധ്യ പ്രണയിക്കുന്നുണ്ട്, അവളെ കാണാൻ വന്നതാണ്. പിന്നെ പല്ലവിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോ ബബലു പറയുന്നുണ്ട്, അല്ല അവൻ സന്ധ്യയുടെ പിന്നാലെയല്ലേ, ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എന്നാലും പല്ലവി എനിക്ക് അവളെ നല്ലോണം അറിയാം, അവൾ ഉറപ്പായിട്ടും ഈ ഒരു പ്രണയം അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. അവളൊരു വർക്ക് ഹോളിക്കാണ്, എപ്പോഴും ജോലി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. എന്തായാലും കാർത്തിക് കേസ് അന്വേഷിക്കുമ്പോൾ നമ്മളും ആ ഒരു ടീമിലില്ലേ. സന്ധ്യയെ അവൻ കണ്ടെത്തുന്നതിനുള്ളില് എന്റെ ഉള്ളിലെ പ്രണയം ഞാൻ എന്നോട് പറഞ്ഞോളാം. അതുവരെ ബബ്ലു നീ എനിക്കൊരു ഉറപ്പ് തരണം, നീയായിട്ട് ഈ ഒരു കള്ളി വിളിച്ചതാക്കരുതേ. ബബ്ലു പറയുന്നുണ്ട്, ആയിക്കോട്ടെ ഞാൻ പറയില്ല. അങ്ങനെ അവര് രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുമ്പോ അങ്ങോട്ട് ഹീറോ വന്നിട്ട് പല്ലവിയോട് ചോദിക്കുന്നുണ്ട്, അല്ല പല്ലവി എന്താ ഈ സമയത്ത് ഹോസ്പിറ്റലില്? അവള് പറയുന്നുണ്ട്, സന്ധ്യയെക്കുറിച്ചുള്ള ടെൻഷനില് കേസില് വല്ല ലീഡും കിട്ടിയാന്ന് ഒന്ന് അന്വേഷിക്കാൻ വന്നതാ. അങ്ങനെ ആള് ചമ്മിപ്പോയ കാര്യം പറയാതെ അവള് എങ്ങനെയോ പിടിച്ചേക്കുന്നുണ്ട്. അപ്പോ ഹീറോയുടെ അന്വേഷണത്തില് ഇതുവരെ ഹീറോയ്ക്ക് എന്തൊക്കെ കണ്ടെത്താൻ പറ്റിയ ആ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് സന്ധ്യ കേസ് അന്വേഷിച്ചപ്പോ അവൾക്ക് എന്തോ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്നാൽ അത് ആർക്കോ പണിയാവുന്ന മനസ്സിലായപ്പോ ചിലപ്പോ അയാളായിരിക്കാം സന്ധ്യ തട്ടിക്കൊണ്ടുപോയത്. എന്നാൽ ഹീറോ പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോ പല്ലവി അവനെ സൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബബലു പറയുന്നുണ്ട്,
പല്ലവി അവനെങ്ങാനും കണ്ടാല് എല്ലാം കയ്യിന്ന് പോവേ, പിന്നെ മോങ്ങിയിട്ട് കാര്യമില്ല. അപ്പോ പല്ലവി പറയുന്നുണ്ട് സന്ധ്യക്ക് അവൾക്ക് ഒന്നും പറ്റിയിട്ടുണ്ടാവരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. എന്നാൽ ഒരു ഫ്രണ്ട് ഇങ്ങനെ കരുതാൻ പാടില്ല, എന്നാലും എന്റെ ഉള്ളിൽ അങ്ങനെ തോന്നുക സന്ധ്യയെ കുറച്ച് നാൾ കഴിഞ്ഞ് കിട്ടിയാൽ മതി, എന്നാൽ അവൾക്കൊന്നും സംഭവിക്കരുത്. അത്രയും നാള് എനിക്ക് ഹീറോയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാല. എന്റെ ഇഷ്ടം അവന് മനസ്സിലാവും ചെയ്യും, അവനോട് തുറന്നു പറയുകയും ചെയ്യാം. അപ്പോ ബബിൾ ചോദിക്കുന്നുണ്ട് അല്ല പല്ലവി, നീ ഒരു സ്വീറ്റ് സൈക്കോയായി മാറുന്നുണ്ടാ? അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഹീറോ വന്നിട്ട് അല്ല എന്താ രണ്ടാളും ഭയങ്കര ഡിസ്കഷൻ ആണല്ലോ. അല്ല നമുക്ക് ആദ്യം മുതലേ നേഹയുടെ മേലെ നല്ല സംശയമുണ്ട്. അപ്പൊ ഹീറോ എനിക്കത് തോന്നിയിരുന്നു, വൈകിപ്പിക്കാതെ അവളുടെ പാരന്റ്സിനെ ചോദ്യം ചെയ്താല. അങ്ങനെ നേഹയുടെ പാരന്റ്സിനോട് ഋഷിതയെ കുറിച്ച് ചോദിക്കുമ്പോ അവര് പറയുന്നുണ്ട് അവള് നമ്മളുടെ ഫാമിലിയിലെ ഒരു കുട്ടി തന്നെയായിരുന്നില്ലേ, എന്നാൽ അവൾക്ക് ഇതുപോലെ ഒരാപത്ത് വരുന്ന് ഞങ്ങൾ ആരും കരുതിയിരുന്നില്ല. എപ്പോഴും നമ്മുടെ മകള് നേഹയെ ഋഷിത പഠനത്തില് തോപ്പിച്ചുകൊണ്ടിരുന്നപ്പോ പ്രിൻസിപ്പള് കുട്ടികൾക്കൊരു ട്യൂഷൻ എടുത്തു കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോ ഞങ്ങൾ അങ്ങേരോട് റിക്വസ്റ്റ് ചെയ്തതാണ്. അങ്ങനെ പ്രിൻസിപ്പള് ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയ ശേഷം അവൾക്കിപ്പോ പഠനത്തില് നല്ല പുരോഗതിയുണ്ട്. ക്ലാസ്സിലെ നമ്പർ 1 നമ്മുടെ മകള് നേഹയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഹീറോയിൻ ടീമും ചിന്തിക്കുന്നുണ്ട് എന്ത് പ്രിൻസിപ്പള് ട്യൂഷൻ എടുക്കാന്നാ, ഇത് കൊള്ളാല, ഇതിനെക്കുറിച്ച് ഇതുവരെ അറിഞ്ഞില്ലാല. എന്തായാലും സ്കൂളിൽ പോയിട്ട് ഒന്ന് അന്വേഷിച്ചു തന്നെ. അങ്ങനെ സ്കൂളിലെ കോറിഡോറിലൂടെ അവർ നടന്നു വരുമ്പോ ആ ഒരു മധുസാറില്ലേ അങ്ങനെ അറിയാതിടിച്ചു പോണ്. അങ്ങയുടെ കയ്യിൽ നിന്ന് വീണ ബുക്കുകളൊക്കെ അങ്ങേർക്ക് എടുത്തു കൊടുത്തിട്ട് അവര് പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് പ്രിൻസിപ്പളിന്റെ റൂമില് എന്താ നടക്കുന്നത് നമ്മൾ കാണുന്നേ. അങ്ങേര് നേഹയോട് പറയുന്നുണ്ട് നീ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം. അതിനുള്ളില് പ്രിൻസിപ്പളിന്റെ ഓഫീസിലേക്ക് നമ്മുടെ ഹീറോ എത്തിയിട്ടുണ്ട്. അപ്പോ പ്രിൻസിപ്പൾ നേഹയോട് അവിടുന്ന് പോയിക്കോളാൻ പറയാണ്. അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട് അല്ല സാറേ, ആ ഒരു പെൺകുട്ടി നേഹ മാത്രം ഒറ്റയ്ക്ക് വന്നിട്ട് എന്താ നിങ്ങളോട് സംസാരിച്ചോണ്ടിരുന്നേ? പ്രിൻസിപ്പൾ പറയുന്നുണ്ട് അത് പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ചു ദിവസമായിട്ട് അവള് പഠനത്തിൽ കുറച്ച് വീക്കാ, അപ്പൊ അവളെ ഒന്ന് ചെറുതായിട്ട് പേടിപ്പിക്കാൻ വിളിച്ചതാ. അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ പ്രിൻസിപ്പളെ, നിങ്ങളെ കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞല്ലോ. അല്ല സന്ധ്യയോടോ അല്ലെങ്കിൽ ഞങ്ങളോടോ ഈ ഒരു കാര്യം എന്താ നിങ്ങൾ പറയാതിരുന്നേ? അപ്പോൾ പ്രിൻസിപ്പൾ പറയുന്നുണ്ട് അത് വലിയ പ്രാധാന്യപ്പെട്ട കാര്യമാണെന്ന് ഞാൻ അറിഞ്ഞില്ല, പിന്നെ നിങ്ങളെന്നോട് ചോദിച്ചില്ലല്ലോ, ചോദിക്കാതെ ഞാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാ നിങ്ങളോട് പറഞ്ഞു തരണ്ടേ? അപ്പോൾ ഹീറോയ്ക്കൊരു സംശയം വരുന്നുണ്ട് നേഹയുടെ ഫാദർ എന്താ പറഞ്ഞേ, കുറച്ചു നാളായിട്ട് നേഹ നല്ലോണം പഠിക്കുന്നുണ്ടെന്നല്ലേ, പിന്നെ ഇപ്പൊ എന്തിനാ പ്രിൻസിപ്പൾ അവളെ റൂമിലേക്ക് വിളിച്ചേ? ഹീറോ ചോദിക്കുന്നുണ്ട് സാറേ നേഹയെ വിളിപ്പിച്ചതില് എന്തോ പന്തികേടില്ലേ? എന്നാൽ അങ്ങേര് പറയുന്നുണ്ട് ഒരു പന്തികേടുമില്ല, സാധാരണ നോർമലായിട്ട് മാത്രം അവളെ വിളിപ്പിച്ചേ. അപ്പൊ ഹീറോ പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്, എന്തായാലും ഞാനത് കണ്ടുപിടിക്കും, അപ്പോൾ നിങ്ങൾക്ക് തന്നെയായിരിക്കും പണി വരാൻ പോകുന്നത്, അത് ഓർത്തിട്ട് കളിച്ചോ. അങ്ങനെ ഹീറോ പുറത്തേക്ക് വരുമ്പോ ഓൾറെഡി ഹീറോയെ കാത്തിട്ട് പല്ലവിയും ബബിളും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഹീറോ അവരോട് പറയുന്നുണ്ട് ആ ഒരു പ്രിൻസിപ്പളിലെ അങ്ങേരുടെ മേലെ എനിക്ക് നല്ല സംശയമുണ്ട്, അതുപോലെ നേഹയ്ക്ക് ഋഷിതയുടെ മർഡറുമായിട്ട് ബന്ധമുണ്ടോന്നോ അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുമെന്നോ എനിക്ക് സംശയമുണ്ട്, അതുകൊണ്ട് അടുത്തതായിട്ട് അവളെ നമുക്ക് ചോദ്യം ചെയ്യണം. അങ്ങനെ വൈകുന്നേരമായപ്പോ നേഹ ട്യൂഷന് വേണ്ടിയിട്ട് ഒറ്റക്ക് നടന്നു പോകുമ്പോ നമ്മുടെ ഹീറോയും അവളുടെ പിന്നാലെ പോകുന്നുണ്ട്. ആ ഒരു കാഴ്ച നേഹ കണ്ടിട്ടുണ്ട്. അല്ല ഇങ്ങേർക്കിപ്പോ എന്താ വേണ്ടേ, കുറെ നാളായല്ലോ പിന്നാലെ കൂടിയിട്ട്. ഹീറോ നേരെ അവളുടെ മുൻപിൽ പോയിട്ട് അവളോട് പറയുന്നുണ്ട് നേഹ നിന്നോട് പേഴ്സണലായിട്ട് ചില കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. അങ്ങനെ ഹീറോയുടെ ടീം നേഹയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തിലാ ഏറ്റവും കൂടുതൽ താല്പര്യം? എനിക്ക് ഡാൻസിലാണ് കൂടുതൽ ഇഷ്ടം, എന്നാൽ എന്റെ അച്ഛനും അമ്മയും അതിന് സമ്മതിക്കുന്നില്ല. അല്ല ഞങ്ങൾ അന്വേഷിച്ചപ്പോ ഋഷിത നല്ല മാർക്ക് വാങ്ങുന്നതുകൊണ്ട് അവളുടെ മേലെ നിനക്ക് ദേഷ്യം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലായേ. അപ്പോൾ അവള് പറയുന്നുണ്ട് ഋഷിത മാർക്ക് വാങ്ങിയതിലല്ല, അവളെന്റെ കുടുംബത്തിലല്ലേ, എനിക്കാണെങ്കിൽ ആകെ 40 മാർക്കേ വാങ്ങാൻ പറ്റുള്ളൂ, അവള് ഫുള്ള് മാർക്ക് വാങ്ങി. എന്തായാലും വീട്ടിലെത്തുമ്പോ എന്റെ അച്ഛനും അമ്മയും എന്നെ ചീത്ത പറയുന്ന ഉറപ്പായപ്പോ ആ ഒരു ദേഷ്യം അറിയാതെ എന്റെ ഫേസിൽ വന്നതാ. അങ്ങനെ എനിക്ക് മാർക്ക് കുറഞ്ഞപ്പോ പ്രിൻസിപ്പളും ഋഷിതയുടെ കാര്യം പറഞ്ഞിട്ട് എന്നെ വല്ലാതെ ചൂടാക്കി. പിന്നെ അങ്ങേര് തന്നെയാണ് എന്റെ പാരന്റ്സിനോട് പറഞ്ഞത് നേഹയുടെ പഠനം മോശമാണ്, അവള് നന്നായിട്ട് പഠിക്കണമെങ്കിൽ അങ്ങേര് ട്യൂഷൻ എടുത്തു തരാന്ന്. അങ്ങനെയാണ് പ്രിൻസിപ്പളിന്റെ ട്യൂഷൻ ക്ലാസ്സിന് ഞാൻ പോകാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നാള് നോർമലായിട്ട് എല്ലാ കുട്ടികൾക്കും ഒരുപോലെയാ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നേ. എന്നാൽ ഒരു ദിവസം ബാക്കിയുള്ള കുട്ടികളൊക്കെ പറഞ്ഞേച്ചിട്ട് നേഹയോട് മാത്രമായിട്ട് പ്രിൻസിപ്പൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇനി നിന്റെ മാർക്ക് കുറയുന്ന കാര്യം ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, കാരണം ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യില്ലേ. അപ്പോ നേഹയും അങ്ങോട്ട് താങ്ക്സ് പറയാണ്. എന്നാൽ അങ്ങേര് പതിയെ അവളുടെ അരികിൽ വന്നിട്ട് അവളോട് പറയുന്നുണ്ട് അതിന് ചില കാര്യങ്ങൾ നീ ചെയ്തു തരേണ്ടി വരുമല്ലോ. അങ്ങനെ അവളുടെ ശരീരത്തില് അവളുടെ സമ്മതമില്ലാതെ അങ്ങേര് ടച്ച് ചെയ്യാണ്. എന്നാൽ നേഹ അവോട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നാൽ അവൾക്ക് കഴിഞ്ഞില്ല. ആ ഒരു പ്രിൻസിപ്പള് അവളെ അബ്യൂസ് ചെയ്യാണ്. ആ ഒരു കാര്യം ഹീറോയോട് നേഹ പറഞ്ഞിട്ട് അറിയാതെ അവളുടെ കണ്ണ് നിറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കുന്ന പ്രതീക്ഷയല്ല, അച്ഛനും അമ്മയ്ക്കും വേണ്ടത് കുറെ മാർക്കാണ്, ഞാൻ എന്താ ചെയ്യാ? അത് കേട്ടപ്പോ ഹീറോയുടെ രക്തം തിളച്ചിട്ടുണ്ട്. ആഹാ പ്രിൻസി ആള് കൊള്ളാല, അവൻ ഇനി വെറുതെ വിടാൻ പാടില്ല. അങ്ങനെ നേരെ അങ്ങേരുടെ വീട്ടിലേക്ക് വന്നിട്ട് എന്തൊക്കെയുണ്ട് പ്രിൻസിപ്പളെ, സുഖമല്ലേ? അപ്പൊ അങ്ങേര് ചോദിക്കുന്നുണ്ട് അല്ല സാറേ നിങ്ങൾക്ക് എന്താ വേണ്ടേ, സ്കൂളിലോ സൗകര്യമില്ല, ഇപ്പോ വീട്ടിലേക്ക് ഇറങ്ങി തുടങ്ങിയോ? ഹീറോ കൂടുതലൊന്നും പറഞ്ഞില്ല, അങ്ങേരെ എടുത്ത് പഞ്ഞി കിടുന്നുണ്ട്. അവസാനം അവന്റെ പരിപ്പ് പുറത്തെടുത്തിട്ട് ഹീറോ ചോദിക്കുന്നുണ്ട്
പൊന്നുമോനെ പ്രിൻസിപ്പളെ, ഒരു ചെറിയ പെൺകുട്ടിയോട് നിനക്ക് ഇത്രയൊക്കെ മോശമായിട്ട് എങ്ങനെയാ പെരുമാറാൻ കഴിയുന്നേ? നീയൊക്കെ മൃഗാണോടാ? എന്നാൽ അങ്ങേര് പറയുന്നുണ്ട്, സാറേ എനിക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, എല്ലാം അറിയാതെ സംഭവിച്ചു പോന്നെയാ. നിങ്ങൾ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. അതും പറഞ്ഞിട്ട് അങ്ങേര് നല്ല മോങ്ങൽ മോങ്ങുന്നുണ്ട്. അപ്പൊ ഹീറോ, പൊന്നു പ്രിൻസിപ്പളെ, എനിക്ക് ഉറപ്പാണ് ഋഷിതയ്ക്ക് എന്താ സംഭവിച്ചേ, അതിന്റെ പിന്നില് നിന്റെ കൈയുണ്ട്. അവളോട് നീ എന്തൊക്കെയാ ചെയ്തേ, ആ കാര്യങ്ങളൊക്കെ പറ. എന്നാൽ അങ്ങേര് ഒന്നും പറയാതിരിക്കുമ്പോ അങ്ങേര് 2 എണ്ണം കൊടുക്കാൻ ഹീറോ എഴുന്നേൽക്കാണ്. അപ്പൊ അയാൾ പറയുന്നുണ്ട്, ഞാൻ അവളോട് ഒന്നും ചെയ്തിട്ടില്ല, എന്നാൽ ചില കാര്യങ്ങൾ എനിക്കറിയാം, ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അതായത് പ്രിൻസിപ്പൾ എന്താ പറഞ്ഞേ, ഋഷിത മരണപ്പെട്ട അന്ന് അവള് സ്കൂളിലേക്ക് വന്നിട്ടില്ല എന്നല്ലേ? എന്നാൽ സ്കൂളിന്റെ മുൻപില് ഋഷിതയുടെ അച്ഛൻ കാറിൽ അവളെ ഡ്രോപ്പ് ചെയ്ത് പോകുന്നത് പ്രിൻസിപ്പൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഋഷിത നേരെ ആ ഒരു ക്ലാസ്സിലെ റോഷൻ എന്ന പയ്യനില്ലേ, അവനുമായിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ നോർമലായിട്ട് 2 ഫ്രണ്ട്സ് സംസാരിക്കുന്നില്ലേ, ഞാനത് ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഓരോ ക്ലാസ്സും സ്റ്റാർട്ടായപ്പോൾ ഞാൻ ഓരോ ക്ലാസ്സിൽ കയറി ഇറങ്ങി. അങ്ങനെയാണ് അവസാനം ഋഷിതയുടെ ക്ലാസ്സിലെത്തുന്നത്. അപ്പോഴാണ് ഞാൻ നോട്ട് ചെയ്തപ്പോൾ ഋഷിത ക്ലാസ്സിലില്ല, എന്നാൽ സ്കൂളിലേക്ക് അവൾ വന്നിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല ഋഷിത ക്ലാസ് കയറിയിട്ടില്ലേ? അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, സാറേ അവളിന്ന് ആബ്സെന്റ് ആണെന്ന് തോന്നുന്നുണ്ട്. എന്നാൽ പ്രിൻസിപ്പലിന് ഉറപ്പല്ലേ അവള് സ്കൂളിലേക്ക് വന്ന കാര്യം? അപ്പൊ ഉടനെ തന്നെ ഋഷിതയുടെ അച്ഛനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഋഷിത ഇന്ന് ക്ലാസ്സിൽ വരാത്തെ? എന്നാൽ അങ്ങേര് പറയുന്നുണ്ട്, അവളെങ്ങനെ ആബ്സെന്റ് ആവുക, ഞാൻ അവളെ സ്കൂളിൽ വിട്ടിട്ടല്ല വന്നേ. എന്നാൽ അവരെ പാനിക് ആക്കാതിരിക്കാനായിട്ട് പ്രിൻസിപ്പൾ പറയുന്നുണ്ട്, ചിലപ്പോ അവൾ വന്നിട്ടുണ്ടാവും, ഞാൻ ശരിക്ക് ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് ആ ഒരു സ്കൂളിലെ പ്യൂണിനെ വിളിച്ചിട്ട് അങ്ങേരോട് പറയുന്നുണ്ട്, ആ ഒരു റോഷനില്ലേ, അവനോട് എന്റെ ഓഫീസിലേക്ക് വരാൻ പറ. അങ്ങനെ റോഹൻ വന്നിട്ട് പ്രിൻസിപ്പലിനോട് ചോദിക്കുന്നുണ്ട്, അല്ല സാറേ എന്താ വിളിപ്പിച്ചേ? അത് പ്രത്യേകിച്ച് ഒന്നുമില്ലടാ, ഇന്ന് നിന്റെ ക്ലാസ്സിലേക്ക് ഋഷിത വന്നിരുന്നില്ലേ? എന്നാൽ അവൻ പറയുന്നുണ്ട്, അവളിന്ന് ആബ്സെന്റ് അല്ലേ സാറേ? അതെങ്ങനെയാണ് ആബ്സെന്റ് ആവുക? രാവിലെ അവളുടെ അച്ഛൻ അവളെ ഡ്രോപ്പ് ചെയ്തതും അവള് നിന്നോട് സംസാരിക്കുന്നേ ഞാൻ കണ്ടിരുന്നല്ലോ. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് എങ്ങോട്ടോ നടന്നു പോകുന്നതും കണ്ടു. അതിനുശേഷം അവള് ക്ലാസ്സിലേക്ക് വന്നിട്ടില്ല, തിരിച്ചവളുടെ വീട്ടിലേക്കും പോയിട്ടില്ല. അപ്പൊ റോഷൻ ചോദിക്കുന്നുണ്ട്, അല്ല സാറെന്താ പറഞ്ഞിരുന്നേ, ഞാൻ അവളെ ഒറ്റ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഞാൻ അവളെ എന്ത് ചെയ്യാനാ? അപ്പോൾ പ്രിൻസിപ്പൾ പറയുന്നുണ്ട്, എനിക്ക് നിന്റെ മേലെ നല്ല സംശയമുണ്ട്. കുറച്ച് നാളായിട്ട് നീ ചില കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നതും വീട്ടിലെ ദേഷ്യം പിടിച്ച് വീട്ടിലെ ടിവിയും അതുപോലെ ഓരോ സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിക്കുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നിന്റെ വിചാരം എന്താ, നിനക്ക് എന്തും ചെയ്യാന്നാ? സത്യം പറഞ്ഞോ, എന്താ അവൾക്ക് സംഭവിച്ചേ? അപ്പോൾ പതിയെ റോഷന്റെ ഫേസും മുഖഭാവം മാറിയിട്ട് അവൻ പറയുന്നുണ്ട്, അതെ സാറേ, സാറ് കരുന്ന പോലെ തന്നെ ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവളെ ഞാനാ കൊന്നുകളഞ്ഞേ. പ്രിൻസിപ്പൾ ഷോക്കായിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ പറയുന്നേ, അവളെ കൊന്നൂന്നോ? ആ സാറേ, ഞാൻ പറഞ്ഞു കേട്ടില്ലേ. അവൻ കൂളായിട്ട് പറയുന്നുണ്ട്, എനിക്ക് അവളെ കൊല്ലേണ്ടി വന്നതാ. അതിനുശേഷം എന്താണ് സംഭവിച്ചെന്നുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക് അവൻ പറയാണ്. അതായത് കുറച്ചധികം നാളായിട്ട് ഋഷിതയും റോഹനും നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? എന്നാൽ അതിനിടയില് റോഹൻ ഋഷിതയോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടാണ്. എന്നാൽ ഋഷിത ദേഷ്യത്തിലെ, ഞാൻ നിന്നൊരു ഫ്രണ്ടായിട്ടല്ല കണ്ടേ, എനിക്ക് നിന്നെ പ്രണയിക്കാനൊന്നും പറ്റില്ല, നിന്നിൽ നിന്ന് ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഉറപ്പായിട്ട് ഞാൻ പ്രിൻസിപ്പലിനോട് നിന്റെ സ്വഭാവം പറയാൻ പോണേ. അപ്പോൾ ടെൻഷനായിട്ട് റോഷൻ പറഞ്ഞിട്ടുണ്ട്, ഋഷിത നീ പ്രിൻസിപ്പലിനോട് ഒന്നും പറയണ്ട, ഇനി മേലില് ഞാൻ നിന്നോട് പറയൂല, നിന്റെ പിന്നാലെ ഞാൻ വരൂല, നമുക്ക് ഇത് ഇവിടെ വെച്ചങ്ങ് മറന്നുകളയാം, പഴയ പോലെ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം. അങ്ങനെ ഋഷിതയും അവനോട് ക്ഷമിച്ചതാണ്. അങ്ങനെ സാധാരണ പോലെ തന്നെ ഋഷിത സ്കൂളിലേക്ക് വന്നപ്പോൾ നമ്മുടെ റോഷൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് നേരം നമുക്കൊന്ന് നടന്നിട്ടൊക്കെ വരാം, ക്ലാസ് തുടങ്ങാൻ ഇനിയും ടൈമില്ലേ? എന്നാൽ അവള് പറഞ്ഞത്, എനിക്ക് പഠിക്കാനുണ്ട്, നീ വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോയിക്കോ, കുറച്ച് നേരല്ലേ, നമുക്കിപ്പോൾ വരാം. അങ്ങനെ അവളെ ഫോഴ്സ് ചെയ്തിട്ട് അവളെ കൂട്ടിക്കൊണ്ടു പോയതാണ്. എന്നിട്ട് കുറച്ച് ദിവസം മുമ്പ് അവൻ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ഋഷിത, നിനക്ക് എന്നെ എന്താ മനസ്സിലാവാത്തെ? എനിക്ക് നിന്നെ മറക്കാനൊന്നും പറ്റില്ല, എനിക്ക് ഇപ്പോഴും നിന്റെ മേലെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ദേഷ്യത്തില് അവള് ചോദിക്കുന്നുണ്ട്, അല്ല നിന്നോട് ഞാൻ ഒരിക്കൽ പറഞ്ഞല്ലേ, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇനി പ്രിൻസിപ്പലിനോട് നീ എന്നെ കൊണ്ട് പറയിപ്പിച്ചടങ്ങൂ. അങ്ങനെ ഋഷിത അവിടെ നിന്ന് പോകാൻ ഇറങ്ങിയപ്പോ റോഹനില്ലേ, അവനവന്റെ കയ്യില് ഒരു കർച്ചീഫ് ചുറ്റാണ്. എന്നിട്ട് കയ്യിലൊരു കോമ്പസ് എടുത്തിട്ട് അവളുടെ കഴുത്തിൽ കുത്തി ഇറക്കുന്നുണ്ട്. എന്നാൽ അവളുടെ അവസ്ഥ കണ്ടിട്ടും ഒന്നും അറിയാത്ത പോലെ റോഹൻ നേരെ ക്ലാസ്സിലേക്ക് വന്നതാണ്. അവൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് പ്രിൻസിപ്പൾ തന്നെ തരിച്ചു പോയിട്ട് തൊണ്ട പറ്റി വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. അങ്ങേര് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ സഹിക്കുകയാണോ? എങ്ങനെയാണ് ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് പറ്റുന്നേ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, സാറേ ഇന്നിപ്പോ യൂട്യൂബിൽ നമുക്ക് എല്ലാം അവൈലബിൾ അല്ലേ? കൊറോണ വന്നപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് എന്റെ പാരന്റ്സ് എനിക്കൊരു ഫോൺ വാങ്ങി തന്നിട്ടുണ്ട്. അവളുടെ മേലെ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വല്ലാതെ ദേഷ്യം വന്നപ്പോൾ ആ ഒരു ഫോൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എന്റെ പ്ലാന് വർക്കാക്കിയത്. അപ്പോൾ പ്രിൻസിപ്പൾ പറയുന്നുണ്ട്, നിന്നൊന്നും വെറുതെ വിടാൻ പറ്റില്ല. അങ്ങനെ പോലീസിനെ വിളിക്കാനായിട്ട് ഫോണിലെ നമ്പർ ഡയൽ ചെയ്യുമ്പോൾ അവൻ പറയുന്നുണ്ട്, സാറെന്നെ പോലീസ് പിടിച്ചു കൊടുത്താല് എനിക്കും ചില കാര്യങ്ങൾ പോലീസിനോട് പറയാണ്ട്. അതായത് സാറ് നേഹയ്ക്ക് ട്യൂഷൻ എടുത്തു കൊടുത്തില്ലേ, അതിനെക്കുറിച്ച് എനിക്കറിയാം. റോഹൻ പ്രിൻസിപ്പലിന്റെ കയ്യിലിരിപ്പ് നേരിട്ട് കണ്ടിട്ടുണ്ട്, അത് അവന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാറേ ഇനി എങ്ങാനും എന്നെ കൊടുക്കണമെന്ന് സാറ് ചിന്തിച്ചു കഴിഞ്ഞാല്
ആദ്യം സാറ് ജയിലിൽ പോകുന്ന കാര്യം ഓർത്തോ? അങ്ങനെ പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പ്രിൻസിപ്പൽ ഇതുവരെ ഒരു കാര്യവും തുറന്നു പറയാതിരുന്നത്. എന്നാൽ ഹീറോയ്ക്കും ടീമിനും ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലേ? അങ്ങനെ ഋഷിതയെ കൊലപ്പെടുത്തിയതിനെ, റോഹനെയും അതുപോലെ സ്കൂളിലെ കുട്ടികളോട് മിസ്ബിഹേവ് ചെയ്തതിനെ ആ ഒരു പ്രിൻസിപ്പലിനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. പ്രിൻസിപ്പലിനെ പോക്സോ കേസിലല്ലേ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നേഹയെ കുറിച്ചിട്ടുള്ള കാര്യം അവളുടെ ഫാമിലി അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹീറോ നേഹയുടെ അച്ഛനും അമ്മയും കാണാൻ വന്നിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മകൾക്ക് സംഭവിച്ച ഈ ഒരു ആപത്തിന് പിന്നില് അത് നിങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടത് കുറെ മാർക്ക് വാങ്ങി കൂട്ടുന്ന ഒരു റോബോട്ടിനെ പോലത്തെ കുട്ടിയല്ലേ? അതിനു വേണ്ടിയല്ലേ ആ ഒരു പ്രിൻസിപ്പലിന് പിന്നാലെ ആ പെൺകുട്ടി അയച്ചത്? അവൾക്ക് എന്താണ് ആഗ്രഹം? അവളുടെ മനസ്സറിഞ്ഞ് അത് ചോദിച്ച് അതൊന്ന് നടത്തി കൊടുക്കാൻ നോക്ക്. എന്നാൽ ഓൾറെഡി ഋഷിതയുടെ മർഡർ കേസ് ഹീറോ സോൾവ് ചെയ്തില്ലേ? എന്നിട്ടും ഇതുവരെയായിട്ടും സന്ധ്യയെക്കുറിച്ച് ഒരു വിവരമില്ലല്ലോ. ഹീറോ ഇതുവരെ കരുതി എന്താ ഋഷിതയുടെ മർഡറുമായിട്ട് ബന്ധപ്പെട്ട ആരുമാണ് സന്ധ്യ അടച്ചു വെച്ചെന്നല്ലേ? ഇപ്പോഴും അവള് പുറത്തു വന്നിട്ടില്ലെങ്കിൽ അവൾക്ക് വേറെന്തോ സംഭവിച്ചിട്ടുണ്ട്. ഹീറോയുടെ ടീമിനോട് ചോദിക്കുന്നുണ്ട്, അല്ല സന്ധ്യയ്ക്ക് വേറെ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും റിലേഷനോ ഫ്രണ്ട്ഷിപ്പോ ഉണ്ടായിരുന്നോ? അപ്പോൾ പലരും പറയുന്നുണ്ട് അവൾക്ക് വേറെ റിലേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. 2 ഫ്രണ്ട്സ് ഉണ്ട്, ഒന്ന് ഞാന് പിന്നെ വേറൊരു പെൺകുട്ടിയോ. അവളുടെ പേര് മായ എന്നാണ്. അങ്ങനെയാണെങ്കിൽ അവളെ ചോദ്യം ചെയ്യണ്ടേ? അങ്ങനെ ഹീറോയും ടീമും നേരെ മായയെ കാണാൻ വന്നിട്ട് അവളോട് സന്ധ്യ എപ്പോഴാണ് ലാസ്റ്റ് കണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, മായ ഇടയ്ക്കിടയ്ക്ക് എന്റെ വീട്ടിലേക്ക് വരാറുണ്ട്. അങ്ങനെ കുറച്ച് നാൾ മുൻപ് ആ ഒരു ഋഷിതയില്ലേ നിങ്ങളിപ്പോൾ സോൾവ് ചെയ്ത ആ പെൺകുട്ടിയുടെ കേസ് അന്വേഷിക്കുന്ന സമയത്ത് വല്ലാതെ ടയർഡായിട്ട് ഒരു ദിവസം രാത്രി എന്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അവൾക്ക് ആരുടെ ഫോൺ വന്നിട്ട് ആ ഒരു ഫോൺ എടുത്ത് അവള് ബാൽക്കണിയിലേക്ക് പോയതാ. അപ്പോൾ പുറത്തുകൂടി ഏതോ ഒരു പയ്യൻ ബേഗോട്ട് പോകുന്ന കണ്ടപ്പോൾ അവള് ഷോക്കായി പോയിട്ട് മായോട് പറഞ്ഞിട്ടുണ്ട്, മായ ഞാൻ ഇപ്പൊ വരാം, എനിക്കൊരു ചെറിയ പരിപാടിയുണ്ട്. അങ്ങനെയാണ് വീട്ടിൽ നിന്ന് അവൾ ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഹീറോ അല്ല ഒരു പയ്യനെ കണ്ടപ്പോൾ ഷോക്കായിട്ട് അവന്റെ പിന്നാലെ പോയിന്നോ? ആ ഒരു പയ്യൻ ആരാണെന്ന് നിങ്ങൾ കണ്ടിരുന്നോ? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? മായ പറയുന്നുണ്ട്, അവൻ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അവനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവന്റെ അടയാളം വേണമെങ്കിൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ ഹീറോ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. മായയുടെ വീട്ടിന്റെ നേരെ മുൻപിലുള്ള പല കടകളിലും CCTV ഫിക്സ് ചെയ്തിട്ടില്ലേ? അപ്പോൾ ആ ഒരു വിഷ്വൽ വെച്ചിട്ട് ആ ഒരു അപരിചിതൻ അവൻ ആരാണെന്ന് കണ്ടെത്താം. അപ്പോഴാണ് അവർ ആ കാഴ്ച കാണുന്നത്. ആ ഒരു പയ്യൻ പുറത്തേക്ക് വന്നപ്പോ സന്ധ്യ അവന്റെ പിന്നാലെ അവനെ ഫോളോ ചെയ്ത് പോവാണ്. എന്നാൽ കുറച്ചു ദൂരം അവൾ പോയ ശേഷം പിന്നീട് എന്താ സംഭവിച്ചതെന്ന് അവർ കാണുന്നില്ല. കാരണം കുറച്ചു ദൂരം കഴിഞ്ഞിട്ട് ആ ഒരു ക്യാമറയുടെ ഫ്യൂട്ടേജ് കട്ടാവാണ്. എന്നാൽ ആ ഒരു ഫ്യൂട്ടേജിൽ നിന്ന് ആ ഒരു പയ്യന്റെ മുഖം റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് മായക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ മായ പറയുന്നുണ്ട്, ഇതേ പയ്യൻ തന്നെയാണ് അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല ഈ ഒരു പയ്യനായിട്ട് ഒരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ സന്ധ്യ ഞാനും അവളുടെ സ്കൂട്ടിയിൽ വരുന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ സ്കൂട്ടി ആ ഒരു പയ്യൻ ഇടിച്ചു പോയിരുന്നു. എന്നാൽ അവൻ തെറിച്ചു വീണ് അവന് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവന്റെ മുഖത്ത് എന്തോ ടെൻഷൻ പോലെ തോന്നിയിരുന്നു. അവനോട് സോറി ചോദിച്ചപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതാണ്. അതിൽ സന്ധ്യയ്ക്ക് എന്തോ സംശയം തോന്നിട്ട് മായം കൂട്ടിയിട്ട് അടുത്ത ദിവസം തന്നെ അവന് വാച്ചിന് ഇറങ്ങിയപ്പോൾ അവനൊരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴും അവന്റെ മുഖത്ത് വല്ലാതെ ടെൻഷൻ കാണുന്നുണ്ട്. അപ്പോൾ സന്ധ്യനോട് പറഞ്ഞത് അവനെന്തോ വലിയ പ്രശ്നത്തിലാന്ന് തോന്നുന്നുണ്ട്. എന്നാൽ അതെന്താണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഇനി ചിലപ്പോൾ അന്ന് രാത്രി സന്ധ്യ അതേ പയ്യനെ കണ്ടിട്ട് അവനെ ഫോളോ ചെയ്ത് പോയതാണോ? എന്താ സംഭവിച്ചെന്നറിയില്ല. അതിനുശേഷമാണ് അവളെ കാണാതാവുന്നത്. അങ്ങനെ ഹീറോയും ടീമും അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ അടുത്ത ദിവസം പല്ലവി കുളിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ വീട്ടിലേക്ക് നമ്മുടെ ഹീറോ വരികയാണ്. അപ്പോൾ അവള് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്തോട് ചെയ്യുന്നേ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, അല്ല നീയല്ലേ വരാൻ പറഞ്ഞേ. അങ്ങനെ പതിയെ അവളുടെ അരികിലേക്ക് അവൻ വരുന്നുണ്ട്. അങ്ങനെ ചില റൊമാൻറ്റിക് സീനുകൾ സംഭവിക്കുകയാണ്. പെട്ടെന്നാണ് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത്. അതായത് ഇതുവരെ പല്ലവി കണ്ടത് അവളുടെ ഒരു ഇമാജിനേഷൻ മാത്രമായിരുന്നു. എന്തായാലും ഹീറോ ആയിരിക്കും വന്നെന്ന് കരുതിയിട്ട് അവള് വേഗം പോയിട്ട് വാതിൽ തുറന്നു നോക്കുമ്പോൾ അത് ബബലു ആണ്. അയ്യേ ബബലു നീ ഇരുന്നാ? അല്ല കാർത്തി അവരവിടെ? അപ്പൊ ബബലു അവൻ കാറില് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെയല്ല എന്നെയാ വെയിറ്റ് ചെയ്യുന്നത്. എന്നാലേ ബബലു പറയുന്നുണ്ട്, നിനക്കറിയാലോ അവൻ എത്ര നാള് സന്ധ്യയുടെ പിന്നാലെ നടന്നിട്ടുണ്ടെന്ന്. അങ്ങനെ പെട്ടെന്നൊന്നും അവന്റെ ഉള്ളിൽ നിന്ന് സന്ധ്യയുടെ ഓർമ്മകൾ പോകില്ല. വെറുതെ നീ നിന്റെ മനസ്സിൽ ഓരോ ആഗ്രഹം ഉളപ്പിച്ചിട്ട് അവസാനം സങ്കടപ്പെടേണ്ടി വരും. അതുപോലെ തന്നെ അവളുടെ മുഖത്തുണ്ടായിരുന്ന സങ്കടം മങ്ങാണ്. അങ്ങനെ ഹീറോയും ടീമും അവര് 3 പേര് അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് പോകുമ്പോൾ ഓൾറെഡി സന്ധ്യയെ കാണാതാവുന്നതിന് മുൻപ് അവളൊരു പയ്യനെ ഫോളോ ചെയ്തിരുന്നില്ലേ? അങ്ങനെ അവനെ കുറിച്ച് അന്വേഷിച്ച് നോക്കിയപ്പോൾ അവന്റെ അഡ്രസ്സും അവന്റെ പേര് പ്രശാന്ത് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഹീറോയിൻ ടീം നേരെ പോകുന്നത് പ്രശാന്തിന്റെ വീട്ടിലേക്കാണ്. ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ മകൻ പ്രശാന്തിനൊന്ന് കാണാൻ പറ്റുമോ? എന്നാൽ പ്രശാന്തിന്റെ അമ്മയുടെ മുഖത്ത് വല്ലാത്ത സങ്കടം വരികയാണ്. അപ്പൊ ഹീറോ എന്താ പ്രശാന്ത് ചോദിക്കുമ്പോൾ പ്രശാന്ത് കുറച്ച് നാൾ മുൻപാ മരണപ്പെട്ടു പോയെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല എങ്ങനെയാ നിങ്ങളുടെ മകൻ മരണപ്പെട്ടെ? കുറച്ച് നാൾ മുൻപ് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അതിലാണ് അവൻ മരണപ്പെട്ടു പോകുന്നത്. അവനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല, നിങ്ങളൊന്ന് ഇവിടുന്ന് പോയി തരുമോ? അപ്പൊ ഹീറോയ്ക്ക് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്. ഇങ്ങനെ എത്ര തിടുക്കപ്പെട്ട് അവിടുന്ന് പോകാൻ പറയുന്നുണ്ടെങ്കിൽ അയാൾ പറയുന്നത് പച്ച നുണയാണ്. ഹീറോ പറയുന്നുണ്ട്, നിങ്ങളുടെ മുഖഭാവം വെച്ചിട്ട് എനിക്കൊരു കാര്യം ഉറപ്പാ, നിങ്ങൾ നുണയാ പറയുന്നത്, സത്യം പറ, എന്താ ശരിക്കും നിങ്ങളുടെ മകനെ സംഭവിച്ചേ? അപ്പോൾ പ്രശാന്തിന്റെ അച്ഛൻ പറയുന്നുണ്ട്, എന്റെ മകൻ എങ്ങനെയായിരുന്നു വെച്ചാല് അവനൊരു നല്ല പയ്യനായിരുന്നു.
കോളേജിൽ പോവുക, കോളേജ് കഴിഞ്ഞ് വീട്ടിൽ വരിക, പിന്നെ പഠിത്തം, അങ്ങനെ അവന്റെ ഭാവിയെക്കുറിച്ച് നല്ലൊരു കൺസേൺ ഉള്ള ഒരു പയ്യനായിരുന്നു. എന്നാൽ കുറച്ച് നാളായിട്ട് അവന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട്. അപ്പൊ ഹീറോ, അല്ല അങ്ങനെ എന്ത് മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്തേ? അതായത് കുറച്ച് നാൾ മുമ്പ് അവൻ പെട്ടെന്ന് വന്നിട്ട് 1 ലക്ഷം രൂപ അവന് ഫീസ് അടക്കാൻ വേണമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ എവിടെ നിന്നൊക്കെയോ കടം വാങ്ങിയിട്ട് ആ ഒരു പൈസ കൊടുത്തു. എന്നാൽ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞില്ല, അതിനുള്ളിൽ വീണ്ടും അവന് 1 ലക്ഷം രൂപ വീണ്ടും ഫീസ് അടക്കാൻ വേണമെന്ന് പറഞ്ഞു. എന്നാൽ എന്റെ മകന്റെ സ്വഭാവത്തില് പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നൊരു കാര്യം എനിക്ക് ഉറപ്പായി. അതായത് ക്ലാസ് കഴിഞ്ഞ് നേരത്തെ വീട്ടിലിരുന്ന പയ്യൻ പിന്നീട് വല്ലാതെ ലേറ്റായിട്ട് നട്ട പാതിരാത്രി എപ്പോഴെങ്കിലും വന്ന് കയറാറ്. എന്നാൽ കുറച്ചു ദിവസം ഞാൻ കൂടുതലായിട്ട് അവനോടൊന്നും ചോദിച്ചില്ല. എന്നാൽ അങ്ങനെ ഒരു ദിവസം അവൻ അവന്റെ റൂമിൽ കയറിയിട്ട് വാതിലടച്ചിട്ട് രാവിലെ നോക്കുമ്പോൾ അവൻ പുറത്തിരുന്നില്ല. അങ്ങനെ വാതിൽ തട്ടി നോക്കിയിട്ടും ഒരു റെസ്പോണ്ട് കാണുന്നില്ല. ഭയന്നു പോയ ഞാൻ അവന്റെ വാതിൽ പൊളിച്ചിട്ട് ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ അവൻ വിഷം കഴിച്ച് മരണപ്പെട്ട് കിടക്കുന്ന ഞാൻ കാണുന്നേ. എനിക്ക് എന്റെ മോന്റെ വിയോഗം സഹിക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്കാകെ ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവന്റെ മരണശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നേ. എന്റെ ഭാര്യയുടെ എല്ലാ സ്വർണവും അവൻ കൊണ്ടുപോയിട്ടൊരു മാർവാടിയുടെ കടയിലെ പണയം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കുറച്ച് നാളിനുള്ളിൽ അവൻ അത്രത്തോളം പൈസ എന്തിനാവശ്യം വന്നിരുന്നേ എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മകൻ പ്രശാന്തിന്റെ ഫ്രണ്ട്സ് ആരും ഉണ്ടായിരുന്നില്ലേ? ആ ഒരു 2 ഫ്രണ്ട്സിന്റെ പേര് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിലൊരുത്തന്റെ പേര് റോയ്, മറ്റൊരുത്തൻ വിനു. അപ്പോൾ ഹീറോയും ടീമും അവരോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ ഫ്രണ്ട് പ്രശാന്തിനെ കുറച്ച് നാൾ മുൻപ് എന്തെങ്കിലും പ്രശ്നം ഫേസ് ചെയ്തതായിട്ടോ എന്തെങ്കിലും അവനെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടോ ഫീൽ ചെയ്തിരുന്നോ? അവർ പറയുന്നുണ്ട്, അവനങ്ങനെ പ്രശ്നമുള്ള പോലെയൊന്നും നമുക്ക് തോന്നിയിരുന്നില്ല. എന്നാൽ അവന്റെ ഫോണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അപ്പോൾ ഹീറോ ആ ഒരു ഫോൺ വാങ്ങി നോക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ഡാറ്റ ഒന്നുമില്ല. ആ ഒരു ഡിലീറ്റ് ആയിട്ടുള്ള ഡാറ്റയൊക്കെ റിട്രീവ് ചെയ്തെടുക്കാൻ ഹീറോയും ടീമും മെനക്കെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ആ ഒരു ഫോണിലുണ്ടായിരുന്ന ചില വീഡിയോസ് ഹീറോയ്ക്ക് കിട്ടുന്നുണ്ട്. അതിലൊരു വീഡിയോയിൽ എന്താന്ന് വെച്ചാല് ആ ഒരു പ്രശാന്തില്ലേ, അവൻ ഓൺലൈനിലെ ഏതൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഏതൊരു പെൺകുട്ടിയുമായിട്ട് വീഡിയോ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ രണ്ടുപേരും നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു ചാറ്റ് അത് സാധാരണ ചാറ്റല്ല, ന്യൂഡ് ചാറ്റാണ്. അങ്ങനെ ആ ഒരു ചാറ്റിംഗ് കഴിഞ്ഞ ശേഷം ആ ഒരു പെണ്ണ് പ്രശാന്തിന് ഒരു വോയിസ് അയച്ചിട്ടുണ്ട്, നിന്റെ ന്യൂഡ് വീഡിയോ ഇപ്പോൾ എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്തെങ്കിൽ ഞാൻ ചോദിക്കുന്ന പൈസ മര്യാദക്ക് എനിക്ക് തന്നേക്കണം. എന്നാൽ ഫാമിലിയുടെയും അച്ഛൻ്റെയൊക്കെ മുമ്പിൽ പ്രശാന്ത് ഒരു നല്ല പയ്യനല്ലേ, അവന്റെ ഇമേജ് തകർന്ന് പയന്നിട്ട് അവനും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചോദിക്കുന്ന പൈസ ഞാൻ എങ്ങനെയെങ്കിലും തന്നേക്കാം. അങ്ങനെ ഓരോ പ്രാവശ്യവും അവർ ചോദിക്കുന്ന പൈസ അവൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവസാനം അവന് പറ്റാതെയായി. അതിനുശേഷമായിരിക്കാം അവൻ ആ കടുംകൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഹീറോ പറയുന്നുണ്ട്, എന്തായാലും പ്രശാന്തിന്റെ കൂടെ ആ വീഡിയോയിൽ ന്യൂഡായിട്ട് വന്ന ആ പെൺകുട്ടിയില്ലേ, അവളുടെ ഫേസിന്റെ ഫോട്ടോ എടുക്ക്, ഇവൾ ആരാണ്, ഇവളുടെ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാം. അങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോസ് അവർ സൊസൈറ്റിയിലെ എല്ലാ ആളുകളെയും കാണിച്ചു നോക്കുന്നുണ്ട്. പല ആളുകൾക്കും മനസ്സിലാവുന്നില്ല. അവസാനം ഒരാൾ പറയുന്നുണ്ട്, ഈ ഒരു പെൺകുട്ടി എനിക്കറിയാം. അങ്ങനെ ആ പെൺകുട്ടിയുടെ വീട് കാണിച്ചു കൊടുക്കാണ്. അങ്ങനെ ഹീറോയും ടീമും നേരെ ആ പെൺകുട്ടിയുടെ അച്ഛനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മോളെ ഒന്ന് കാണണല്ല. എന്നാൽ അങ്ങേര് പറയുന്നുണ്ട്, അവൾ ഇപ്പൊ കാണാൻ പറ്റില്ല. അപ്പൊ ഹീറോ, നിങ്ങളുടെ മകള് എന്തൊക്കെ കാര്യം ചെയ്തു വെച്ചില്ലെന്നറിയോ? അങ്ങനെ എല്ലാ കാര്യങ്ങളും ഹീറോ തുറന്നു പറയുമ്പോ അത് കേട്ടിട്ട് അവളുടെ അച്ഛന് വല്ലാതെ ദേഷ്യം വരികയാണ്. അങ്ങേര് പറയുന്നുണ്ട്, നിങ്ങൾ ചോദിക്കുന്ന എന്റെ മകള് മരണപ്പെട്ടിട്ട് നാളെ കുറയായി, അവൾ എന്തൊക്കെയാ ചെയ്തിട്ടുണ്ടായിരുന്നേ എനിക്കറിയില്ല. അങ്ങനെ അങ്ങേര് ആ ഒരു വീടിന്റെ വാതിലടക്കിയാണ്. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ഹീറോയും ടീമും പ്രശാന്തിന്റെ ഫ്രണ്ട്സില്ലേ റോയിയെയും അതുപോലെ വിനുവിനെയും കാണാൻ വന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട് പ്രശാന്ത് ഈ ഒരു ആപ്ലിക്കേഷനിലെ ന്യൂഡ് ചാറ്റ് നടത്തിയിരുന്നു, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയായിരുന്നോ? ഈ ഒരു പെൺകുട്ടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൽ വിനു പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല സാറേ. എന്നാൽ റോയിയുടെ മുഖത്ത് എന്തോ പേടിയുണ്ട്. അപ്പൊ ഹീറോ, അല്ല മോനെ, നീ എന്തോ മറയ്ക്കുന്നുണ്ടല്ലോ, അതങ്ങ് പറ. അപ്പോൾ റോയി പറയുന്നുണ്ട്, സാറേ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചും വീഡിയോ ചാറ്റിനെ കുറിച്ചൊക്കെ നമ്മളോട് പറയുന്നേ. അന്ന് ഞാനും പ്രശാന്തും കൂടിയാ അത് കേട്ടിരുന്നേ. അങ്ങനെ പ്രശാന്ത് എങ്ങനെയാണോ ഈ ഒരു വീഡിയോ ചാറ്റിൽ പെട്ടിട്ടുള്ളത്, അതുപോലെ ഞാനും കുടുങ്ങിയിട്ടുണ്ട്. കുറച്ച് നാളായിട്ട് ഒരു പെൺകുട്ടി എന്നെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. അങ്ങനെ ഡീറ്റെയിൽസ് ഹീറോയ്ക്ക് കാണിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, അവർക്ക് പൈസ കൊടുക്കാമെന്ന് മെസ്സേജ് അയക്കേ. അങ്ങനെ ആ ഒരു പെൺകുട്ടിക്കായിട്ട് അവർ വെയിറ്റ് ചെയ്ത് കാറിലിരിക്കുകയാണ്. എന്നിട്ട് ഹീറോ പറയുന്നുണ്ട്, പറഞ്ഞ ടൈമായില്ലേ, അവള് പറഞ്ഞ സ്ഥലത്തേക്ക് നീ നടന്നു പോയിക്കോ, ഞങ്ങള് വാച്ച് ചെയ്തോളാം. അപ്പൊ ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, അവിടെ സൈഡിലായിട്ട് ഒരു വേസ്റ്റ് ഡസ്റ്റ്ബിൻ കാണുന്നില്ലേ, അതിൽ പൈസ ഇട്ടിട്ട് നീ തിരിച്ചു പോയിക്കോ. ആ ഒരു കാര്യം റോയി ഹീറോയോടും ടീമിനോടും പറയുന്നുണ്ട്. അപ്പൊ ഹീറോ, നമ്മൾ കാണുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ആ ഒരു പൈസ അതിനുള്ളിൽ കിട്ടേക്ക്. അങ്ങനെ പൈസ ഇട്ടിട്ട് റോയി അവിടെ നിന്ന് തിരിച്ചു പോവാണ്. ഹീറോയും ടീമും ആരെങ്കിലും ആ ഒരു പൈസ എടുക്കാൻ വരുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ കുറെ നേരം കഴിഞ്ഞിട്ടും ആരും ആ പൈസ എടുക്കാൻ വരുന്നില്ല. അപ്പോഴാണ് റോയി വിളിച്ച് പറയുന്നത്, സാറേ ആ ഒരു പെൺകുട്ടി മെസ്സേജ് അയച്ചിരുന്നു, അവൾക്ക് ആ പൈസ കിട്ടിയെന്ന്. എന്നാൽ ഹീറോ ചോദിക്കുന്നുണ്ട്, അവൾക്ക് പൈസ കിട്ടിയെന്നാ? അതിന് ആരും പൈസ എടുക്കാൻ വന്നിട്ടില്ലല്ലോ. അങ്ങനെ അവർ ഓടിപ്പോയിട്ട് ആ ഒരു വേസ്റ്റ് ഡസ്റ്റ്ബിൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളില് വലിയൊരു ഓട്ടയുണ്ട്. അതായത് അതിന്റെ താഴെ ഒരു ഡ്രെയിനേജ് ഉണ്ട്. അതിലൂടെയാണ് ആരോ ആ പൈസ എടുത്തിട്ട് പോയിട്ടുള്ളത്. അടുത്ത സീനില് ഒരു പയ്യൻ ആ ഒരു പൈസ കൊണ്ടുവന്ന് കാണുന്നുണ്ട്. അല്ല, പ്രശാന്തിനെയും റോയെയും ഭീഷണിപ്പെടുത്തിയത് ഒരു പെണ്ണല്ലേ?
ഇതിപ്പോ എന്താ ഒരു പയ്യൻ? അതായത് നമ്മളുടെ സംശയം പോലെ തന്നെ ഹീറോയ്ക്കും ടീമിനും ആ ഒരു പൈസ കൊണ്ടുപോയത് പെണ്ണാണോ ആണാണോ എന്ന് പോലും മനസ്സിലാവുന്നില്ല. നല്ലൊരു അവസരം കിട്ടിയിട്ട് കയ്യിന്ന് പോയല്ലോന്ന് ഹീറോ ദേഷ്യത്തിലിരിക്കുകയാണ്. അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല റോയ്, ഇപ്പോ നിന്നെ പറ്റിച്ച ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഇല്ലേ, അവളെ കുറിച്ചൊന്ന് അന്വേഷിക്കണല്ലോ. അങ്ങനെ ആ ഒരു ഏരിയ മുഴുവനായിട്ട് ആ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരും പറയുന്നത് ഇതുപോലൊരു പെൺകുട്ടിയെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നാണ്. അങ്ങനെ അവര് കുറെ തേടി നോക്കിയിട്ട് അവര് വല്ലാതെ ടയർഡാകുമ്പോൾ പലരും പറയുന്നുണ്ട്, ഇനി എനിക്ക് ഒരടി നടക്കാൻ പറ്റില്ല, എനിക്ക് എന്തെങ്കിലും കുടിച്ചേ മതിയാവും. അങ്ങനെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് ഹീറോ വെള്ളം വാങ്ങിയിട്ട് പല്ലവിക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇനി നമ്മൾ പോവല്ലേ? അപ്പ ബബലു, അതിന് ആ പെൺകുട്ടിയെ കുറിച്ച് ഒരു ഡീറ്റെയിൽസും കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഹീറോ പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലായി, ആ ഒരു പെൺകുട്ടിയും ഓൾറെഡി മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതായത് ഹീറോ വെള്ളം വാങ്ങുന്ന സമയത്ത് ആ ഒരു കടക്കാരനോട് ചോദിച്ചാണ്. അപ്പോൾ ആ ഒരു പെൺകുട്ടിയെ കടക്കാരൻ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണ് പറഞ്ഞത് ആ പെൺകുട്ടിയും മരണപ്പെട്ടു പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ബബലു ചോദിക്കുന്നുണ്ട്, ആ പെൺകുട്ടി ഇപ്പൊ അടുത്ത മരണപ്പെട്ടെ? അല്ല, ഇപ്പോഴല്ല, കുറച്ചധികം മാസങ്ങൾക്ക് മുൻപേ അവൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഹീറോയുടെയും ടീമിന്റെയും തല ചുറ്റുന്നുണ്ട്. കുറെ മാസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു പോയ പെൺകുട്ടികള് എങ്ങനെയാ വീഡിയോ ചാറ്റ് ചെയ്യുക? കുറച്ചു നേരത്തെ മരണപ്പെട്ട പ്രശാന്ത് ഇല്ലേ, അവനെയും ഇതുപോലൊരു പെൺകുട്ടി ചീറ്റ് ചെയ്തിരുന്നില്ലേ? അവളെ കുറിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ അവളും കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഷോക്കേറ്റ് മരണപ്പെട്ടു പോയിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഹീറോയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ പല്ലവി ചോദിക്കുന്നുണ്ട്, മരണപ്പെട്ട പെൺകുട്ടികളെ എങ്ങനെയാ ലൈവായിട്ട് ന്യൂഡ് ചാറ്റ് ചെയ്യുക? അപ്പൊ ഹീറോ ആ ഒരു വീഡിയോ കുറച്ചു നേരം ശരിക്കൊന്ന് വാച്ച് ചെയ്തിട്ട് ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതായത് ആ വീഡിയോയുടെ ഇടയിലെ അവരുടെ ഫേസ് ചെറുതായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ട്. ഹീറോയ്ക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അതായത് ഈ ഒരു വീഡിയോ ലൈവ് വീഡിയോ ഒന്നുമല്ല, അതുപോലെ ആ പെൺകുട്ടികളുടെ ഫേസ് അത് മോർഫ് ചെയ്തതാണ്. ഓൾറെഡി പ്രീസെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ അവര് ഷെഡ്യൂൾ ചെയ്ത് ലൈവായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പല്ലവി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുക? അപ്പൊ ഹീറോ, സാധാരണ ഒരു ലൈവ് നടക്കുമ്പോൾ നോർമലി നമ്മൾ ഓരോ ചോദ്യം ചോദിക്കും, അതിനല്ലേ അവർ മറുപടി പറയാ. എന്നാൽ പ്രശാന്ത് അതുപോലെ റോയ് ഇവര് നടത്തിയിട്ടുള്ള ചാറ്റില് ഇവരോട് ആദ്യം അവരാണ് ചോദ്യം ചോദിക്കുന്നത്. അതിന് മറുപടി മാത്രമേ റോയും പ്രശാന്തും പറഞ്ഞിട്ടുള്ളൂ. അതായത് ഒരിക്കലും ചോദ്യം മാറിപ്പോകാതിരിക്കാന്, പിടിക്കപ്പെടാതിരിക്കാന് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ചീറ്റിംഗ് മാത്രമാണിത്. അതുപോലെ പ്രശാന്തിനെ ചീറ്റ് ചെയ്തെന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി മരണപ്പെട്ടിരുന്നില്ലേ, അവളുടെ റിയൽ ഫോട്ടോ എടുത്തപ്പോൾ അവളുടെ കഴുത്തിലായിട്ടൊരു ബ്ലാക്ക് മാർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു മോർഫ് വീഡിയോയില് അവളുടെ കഴുത്തില് അങ്ങനെ ഒരു മാർക്കില്ല. അതായത് പെൺകുട്ടികളുടെ ഫേസ് മാത്രമാണ് അവര് മാറ്റി മോർഫ് ചെയ്തിട്ടുള്ളതെന്ന് ഹീറോയ്ക്ക് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ബബലു ചോദിക്കുന്നുണ്ട്, അല്ല കാർത്തി, എന്തിനായി മരണപ്പെട്ട പെൺകുട്ടികളെ കൊണ്ട് ഇങ്ങനെ വീഡിയോ ചാറ്റ് ചെയ്യിക്കുന്നേ? അപ്പൊ ഹീറോ പറയുന്നുണ്ട്, ആ പെൺകുട്ടികളെ വെച്ച് വീഡിയോ ചാറ്റ് ചെയ്തു കഴിഞ്ഞാല് ചില ആളുകൾ ഒരു പേടിയില്ലാതെ ഒരു പൈസയും കൊടുക്കാറില്ല. എന്നാൽ ചിലര് ഭയന്നിട്ട് നേരെ പോലീസിനെ കംപ്ലൈന്റ് കൊടുക്കില്ലേ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാല് ഒരിക്കലും അവര് പിടിക്കപ്പെടാതിരിക്കാനാണ് മരണപ്പെട്ടു പോയ പെൺകുട്ടികളുടെ പേരില് അവര് വീഡിയോ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് റോയ് പറയുന്നത്, വീണ്ടും ആ പെൺകുട്ടി പൈസ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഹീറോ, ഇപ്രാവശ്യം ഒരിക്കലും അവളെ മിസ്സാൻ പാടില്ല. എന്നാൽ ആ ഒരു പെൺകുട്ടി പറയുന്നത്, ഒരു ഐസ്ക്രീംകാരനെ നിങ്ങൾ കാണുന്നില്ലേ, അങ്ങേര് കാണാതെ അങ്ങേരുടെ അരികിലുള്ള ബേഗില പൈസയും വെച്ചിട്ട് അവിടെ നിന്ന് പോയിക്കോ. ആ ഒരു കാര്യം റോയ് ഹീറോയെ വിളിച്ച് പറയുമ്പോ ഹീറോ പറയുന്നുണ്ട്, ഒന്നും നോക്കണ്ട, ആ പൈസ വെച്ചോ. റോയ് ആണെങ്കിൽ സംശയം തോന്നാത്ത രീതിയിൽ ഐസ്ക്രീം വാങ്ങിയിട്ട് പതിയെ കഴിച്ചുകൊണ്ട് അങ്ങേര് കാണാതെ ആ ബേഗില പൈസ വെക്കുകയാണ്. അങ്ങേര് ഐസ്ക്രീം കൊടുത്ത് പൈസ വാങ്ങി കഴിഞ്ഞില്ലേ? അങ്ങനെ അവിടുന്ന് പോകുമ്പോ ഹീറോ അയാളെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. എന്നാൽ ആ ഒരു ഐസ്ക്രീം വണ്ടിക്കാരനില്ലേ, അങ്ങേരുടെ വണ്ടിയിലെ കുറേയധികം വേസ്റ്റുകൾ ഒരു വേസ്റ്റ് ബാഗിലിട്ടിട്ട് അവർ പോകുന്നുണ്ട്. അപ്പോൾ വേസ്റ്റ് എടുക്കുന്ന ഒരാള് ആ ഒരു വേസ്റ്റ് എടുക്കുകയാണ്. ഉടനെ തന്നെ അവനെ പിടിച്ചിട്ട് ആ ഒരു ബാഗ് നോക്കുമ്പോൾ അതിന്റെ ഉള്ളില് റോയ് കൊണ്ടുവന്ന ആ പൈസയില്ല. അല്ല, അപ്പോ പൈസ ഇവിടെ പോയി? ഹീറോയ്ക്ക് കത്തിയിട്ടുണ്ട്. അതായത് ആ ഒരു ഐസ്ക്രീം കാരനാണ് ആ പൈസ എടുത്തിട്ട് വേറെ ബാഗ് മാറ്റിയതിലിട്ടത്. അവൻ തന്നെയാണ് ഈ ഒരു ക്രൈമിന് പിന്നിലെ. അങ്ങനെ അവനെ ലോക്ക് ചെയ്യാനേ അവര് ഓടി വരുമ്പോ അവിടെ ഐസ്ക്രീം വണ്ടി മാത്രമേ ഉള്ളൂ. ഓൾറെഡി അവനോട് നിന്ന് തടി കാലിയാക്കിയിട്ടുണ്ട്. എന്നാൽ അത്ര പെട്ടെന്ന് അവന് രക്ഷപ്പെടാനുള്ള സമയം കിട്ടിയില്ല. അങ്ങനെ ചുറ്റിലും ഹീറോ നോക്കുമ്പോൾ ഏതോ ഒരുത്തൻ തോളൊരു ബാഗ് ഇട്ട് പോകുന്നുണ്ട്. ഹീറോയ്ക്ക് ഉറപ്പായിട്ടുണ്ട് അവൻ തന്നെയാണ് ഈ ഒരു ക്രൈമിന്റെ ഒക്കെ പിന്നില്. അങ്ങനെ അവനെ പിന്നാലെ പോയിട്ട് പിടിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അവനെ ഹീറോ മിസ് ചെയ്യാണ്. എന്നാൽ അവസാനമായിട്ട് അവനെ കാണാതെ സ്ഥലത്ത് വെച്ചൊരു ചെയിന് കിട്ടുന്നുണ്ട്. ആ ഒരു ചെയിന് ഹീറോ എടുത്ത് നോക്കുമ്പോൾ ആ ഒരു ചെയിനിലൊരു പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ട്. എന്നാൽ ഇപ്പോൾ ഹീറോയ്ക്ക് എന്താ തോന്നുന്നത് വെച്ചാല് നമ്മുടെ കേസ് അന്വേഷണം എങ്ങോട്ടേക്കോ ചുറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. സന്ധ്യയെ കാണാതായതിനുള്ള പ്രധാന കാരണം എന്താ? അവള് ആദ്യം ഋഷിതയുടെ കേസ് അന്വേഷിക്കാൻ ഇറങ്ങിയപ്പോഴല്ലേ. അപ്പോൾ ആ ഒരു സ്കൂളിലെ എന്തോ ഒരു കാര്യം അവൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ആരോ ആണ് സന്ധ്യയുടെ മിസ്സിങ്ങിന് പിന്നിലെ. അടുത്ത സീനില് നമ്മൾ കാണുന്നത് സന്ധ്യയെ ആരോ ഒരുത്തൻ എവിടെയോ കെട്ടിവെച്ചിട്ടുണ്ട്. സന്ധ്യയുടെ നേരെ മുൻപില് ഒരുത്തൻ കർച്ചീഫ് കെട്ടിയിട്ടുണ്ട്. അവൻ ആ കർച്ചീഫ് പതി അയക്കുമ്പോൾ നമ്മൾ തന്നെ ഷോക്കായി പോകുന്നുണ്ട്. അത് വേറെ ആരുമല്ല, അതേ സ്കൂളിലെ ഒരു സാറിലെ ഒരിക്കൽ റോഷനെ ഭീഷണിപ്പെടുത്തിയ മനു അങ്ങേര് തന്നെയാണ്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്,
ആ ഒരു സാർ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് പ്രിൻസിപ്പളിനെ കാണാന് നമ്മൾ കോളേജിലേക്ക് പോയപ്പോൾ ഒരു സാർ ഓപ്പോസിറ്റ് ഒന്ന് നമ്മൾ ഇടിച്ചില്ലേ, അങ്ങേരുടെ കഴുത്തില് ഇതേ ചെയിൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അടുത്ത സീനില് നമ്മൾ കാണുന്നത് ശരിക്കും എന്താണ് സന്ധ്യക്ക് സംഭവിച്ചെന്നുള്ള ഫ്ലാഷ് ബാക്ക് ആണ്. ഒരിക്കൽ പ്രതീക്ഷിക്കാതെ സന്ധ്യ നടന്നു പോകുമ്പോൾ ആ ഒരു മനു എന്ന സാറില്ലേ, അങ്ങേര് ടൗണിൽ നിന്ന് കുറേയധികം പെൺകുട്ടികളുടെ ഫോട്ടോ എടുക്കുന്നത് അവൾ കണ്ടിരുന്നു. സന്ധ്യ ചോദിക്കുന്നുണ്ട്, അല്ല സാറേ, നിങ്ങൾ സ്കൂളിൽ കമ്പ്യൂട്ടറിലെ പഠിപ്പിക്കുന്നേ, പിന്നെ എന്താ കയ്യിലൊരു ക്യാമറയൊക്കെ ആയിട്ട്? അങ്ങേര് പറയുന്നുണ്ട്, നല്ല ചില ഫോട്ടോസ് എടുക്കല് എന്റെ ഹോബിയാണ്. എന്നാൽ അങ്ങേര് ഫോട്ടോ എടുത്തത് പെൺകുട്ടികളെ മാത്രല്ലേ, എന്തോ പന്തികളുണ്ട് എന്ന് സന്ധ്യക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ മനു അവിടെ നിന്ന് പോവാണ്. അതുപോലെ കുറച്ച് നാൾ മുൻപ് നമ്മുടെ സന്ധ്യ പ്രശാന്തിനെ ഫോളോ ചെയ്തൊരിക്കൽ രാത്രി പോയിരുന്നില്ലേ, എന്നാൽ സന്ധ്യയുടെ സംശയം തീർക്കുന്ന ഒരു കാര്യം അന്ന് പ്രശാന്ത് പറഞ്ഞിരുന്നില്ല. അപ്പോഴാണ് ആ ഒരു മനു എന്ന സാറിനെ കുറിച്ച് നമ്മുടെ സന്ധ്യ ഓർക്കുന്നത്. അപ്പോൾ വീട്ടിൽ അങ്ങേരില്ലാന്ന് ഉറപ്പായപ്പോ വീടൊന്ന് സെർച്ച് ചെയ്ത് നോക്കാന് അവള് തീരുമാനിച്ചിട്ട് അങ്ങേരുടെ റൂം ചെക്ക് ചെയ്യുമ്പോൾ അയാളുടെ കമ്പ്യൂട്ടറിൽ കുറേയധികം പെൺകുട്ടികളുടെ ഫോട്ടോ അവള് കാണുന്നുണ്ട്. അല്ല, ഇത്രത്തോളം പെൺകുട്ടികളുടെ ഫോട്ടോ എന്തിനായിരിക്കും അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവുക? അങ്ങനെ വേഗം തന്നെ ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അതിനുള്ളിലെ ആ ഒരു മനു തന്റെ വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ സന്ധ്യ പറയുന്നുണ്ട്, നിങ്ങളെ ചോദ്യം ചെയ്യാൻ വന്നതാ. അപ്പോൾ വീട് ഓൾറെഡി തുറന്നു കിടക്കിയിരുന്നു. അപ്പോൾ മനു പറയുന്നുണ്ട്, അതിനെന്താ, നിങ്ങളൊന്നിരിക്കേ, എല്ലാ ചോദ്യത്തിനും ഞാൻ മറുപടി പറയാം. ഒരു കോഫി കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാൽ സന്ധ്യ ടെൻഷനിലെ ആ ഒരു കോഫി വാങ്ങി കുടിക്കുകയാണ്. അതിലവൻ മയക്കുമരുന്ന് മിക്സ് ചെയ്തിരുന്നു. ഓൾറെഡി സന്ധ്യ വന്നത് വെറുതെ അല്ലാന്നും അവൾക്ക് പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടെന്ന് മനുവിനും കത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് സന്ധ്യ മയങ്ങി പോകുന്നതും അവളെ അവൻ കെട്ടിപ്പൂട്ടി വെക്കുന്നതും. അടുത്ത സീനിലെ പ്രസന്റിലെ നമ്മുടെ സന്ധ്യ കണ്ണു തുറന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, അല്ല എന്തിനാ താൻ ഇതൊക്കെ ചെയ്യുന്നേ? അപ്പോഴാണ് മനു തന്റെ ഫ്ലാഷ് ബാക്ക് പറയുന്നത്. അതായത് എന്റേതൊരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. എനിക്കൊരു അച്ഛനും അമ്മയും ഒരു ചെറിയ അനിയത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പ്രതീക്ഷിക്കാതെ ഒരു കാർ ആക്സിഡന്റില് എന്റെ അച്ഛനും അമ്മയും ഞങ്ങളെ വിട്ടുപോയി. ആ ഒരു സമയത്താണ് എനിക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടുന്നത്. എന്നാൽ ഞങ്ങൾ ഉണ്ടായിരുന്നത് ഒരു വാടക വീട്ടിലാണ്. വീട്ടിലെ വാടക, വീട്ടിലെ ചെലവ് എല്ലാം എന്റെ അച്ഛനും അമ്മയും പോയപ്പോ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ ഞാൻ തരിച്ചു നിന്നിട്ട് എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി പോയിരുന്നു. എന്നാൽ പ്രതീക്ഷിക്കാതെ എനിക്ക് ആകെയുള്ള എന്റെ അനിയത്തിയിലെ അവള് 2-3 പ്രാവശ്യം രക്തം ഛർദ്ദിച്ചു. അവൾക്കൊരു ചെറിയ അസുഖമുള്ള കാര്യം ഓൾറെഡി എനിക്ക് അറിയായിരുന്നു. എന്നാൽ കൂടുതൽ എനിക്ക് അറിഞ്ഞിരുന്നില്ല. ഡോക്ടറോട് ചോദിച്ചപ്പോൾ അവൾക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്നും ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്നും തന്റെ പാരന്റ്സിനോട് ഓൾറെഡി പറഞ്ഞ കാര്യമൊക്കെ ഡോക്ടർ എന്നോട് പറഞ്ഞു. 50 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ അടച്ചാലേ അനിയത്തിയുടെ ഓപ്പറേഷൻ നടക്കുമെന്നും അവളെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ എന്റെ അനിയത്തി എന്റെ കഷ്ടപ്പാട് കണ്ടിട്ട് എന്നോട് പറഞ്ഞത്, ചേട്ടാ, ഇനി ചേട്ടൻ എത്ര കഷ്ടപ്പെട്ടാലും അത്രയും പൈസയൊന്നും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്തേക്ക്, എന്നെ മറന്നേക്ക്, അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഞാനും പോയിക്കോളാം. എന്നാൽ മനു പറയുന്നുണ്ട്, എനിക്കാകെ ഈ ലോകത്ത് നീ മാത്രമേ ഉള്ളൂ. നിന്നെ അങ്ങനെ എനിക്ക് പെട്ടെന്ന് വിട്ടളയാൻ പറ്റില്ല. എന്തായാലും ഞാനൊന്ന് തലകുത്തി ശ്രമിച്ചു നോക്കട്ടെ. അങ്ങനെ പുറത്തുനിന്നൊരു ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറേയധികം ടീനേജ് പയ്യന്മാരെ വീഡിയോ ന്യൂഡ് ചാറ്റിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് മനു കേൾക്കുന്നത്. ഓൾറെഡി മനു ആരാണ്, ഒരു കമ്പ്യൂട്ടർ സാറല്ലേ, കമ്പ്യൂട്ടറിനെ കുറിച്ച് നല്ല അറിവുണ്ട്. അപ്പോൾ തന്റെ അനിയത്തെ രക്ഷിക്കാനേ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാന് ഇത് തന്നെയാണ് വഴി. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഓൾറെഡി ന്യൂഡ് വീഡിയോസിന്റെ പിന്നാലെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന പയ്യന്മാരെ തന്നെ കറക്റ്റ് ടാർഗറ്റ് ചെയ്തിട്ട് അങ്ങേരെ ലോക്ക് ചെയ്യുന്നത്. ആ ഒരു കാര്യങ്ങൾ കേട്ടപ്പോ സന്ധ്യ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ വിചാരം എന്താ? ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത പെൺകുട്ടികൾ വെച്ച് നിനക്ക് എന്തും ചെയ്യാന്നാ? എന്നാൽ മനു പറയുന്നുണ്ട്, അതിന് ജീവനോടുള്ള ഒരു പെൺകുട്ടി വെച്ചിട്ടും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. മരണപ്പെട്ട പെൺകുട്ടികൾ വെച്ചിട്ടല്ലേ, ഒരു പെൺകുട്ടിയുടെ ലൈഫും ഞാൻ കാരണം നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ സന്ധ്യ ചോദിക്കുന്നുണ്ട്, പെൺകുട്ടികൾ വിട്, എത്ര ടീനേജ് പയ്യന്മാരുടെ ലൈഫ് നീ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഓരോരുത്തരെ ജീവിക്കാന് പൈസ ഇല്ലാതെ നട്ടും തിരിയാണ്. അതിനിടയിലെ ഇവന്മാർക്ക് അതിലും വലുത് ഇതുപോലുള്ള വീഡിയോ ചാറ്റല്ലേ, അതിനുവേണ്ടി എത്ര പൈസയും അവർ തരാനും റെഡിയാ. അപ്പോൾ അത് ഞാനങ്ങ് യൂസ് ചെയ്തതാ. എന്നാൽ ഇതുവരെ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ എന്റെ കയ്യിലിരിപ്പ് നീ കണ്ടെത്തിയില്ലേ, ഇനി നീ ജീവനോടിരിക്കുന്നത് എനിക്ക് സേഫ് അല്ല. അതുകൊണ്ട് ആദ്യത്തെ തെറ്റ് നിന്നെ തീർത്തുകൊണ്ട് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ കമ്പ്യൂട്ടറിൽ അവനെന്തോ മോർഫിംഗ് ചെയ്തോണ്ടിരിക്കുമ്പോൾ അതിനുള്ളിൽ നമ്മുടെ ഹീറോയിൻ ടീമും അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവന്റെ ചെയിന് ചുറ്റിക്കൊണ്ട് അവനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഈ ഒരു ചെയിനിലൊരു പെൺകുട്ടിയില്ലേ, ഇത് നിന്റെ അനിയത്തിയല്ലേ, നിനക്ക് വേണമെങ്കിൽ പൈസക്ക് വേണ്ടിയിട്ട് ഇവളുടെ ഫോട്ടോ വെച്ചിട്ടും നീ മോർഫിംഗ് ചെയ്യോടാ. അവനാണെങ്കിൽ ദേഷ്യത്തില് ഹീറോയുടെ നേരെ പാഞ്ഞു വരുന്നുണ്ട്. എന്നാൽ ഹീറോ നൈസായിട്ട് അവനെ ലോക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോലീസിനെ വിളിച്ചിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അങ്ങനെ അവസാനം സന്ധ്യയും ഹീറോ രക്ഷിച്ചില്ലേ. അപ്പോൾ പല്ലവിയും ശ്രീകാന്തും പറയുന്നുണ്ട്, നിന്റെ ജീവൻ രക്ഷിച്ചത് നമ്മുടെ ഡിറ്റക്റ്റീവ് കാർത്തികാണ്. അപ്പോൾ അവളും പറയുന്നുണ്ട്, അങ്ങനോട് എനിക്ക് നേരിട്ടൊന്ന് നന്ദി പറയണം. എന്നാൽ ഹീറോ കുറച്ച് ദൂരെയാണ് പോയി നിൽക്കുന്നത്. അപ്പോൾ ബബിൾ വന്നിട്ട്, അല്ല നീ എന്താ ഇവിടെ നിൽക്കുന്നേ, സന്ധ്യക്ക് നിന്നോട് നന്ദി പറയണമെന്ന് പറയുന്നുണ്ട്. അവളത് പറയുമ്പോൾ തന്നെ നീ നിന്റെ പ്രപ്പോസൽ നടത്തിക്കോ, അവൾക്ക് മറുത്തൊന്നും പറയാൻ പറ്റില്ല, ഉറപ്പായിട്ടും അവൾ വീണിരിക്കും. അപ്പോഴാണ് അടുത്ത ടെസ്റ്റ് ഹീറോ പറയുന്നുണ്ട്,
അതിന് ആരാ സന്ധ്യയുടെ പിന്നാലെ പോയെ? ഞാൻ പ്രണയിച്ചത് അത് പല്ലവിയാണ്. അത് കേട്ടിട്ട് ബബ്ലു ഷോക്കായിട്ട് അതെങ്ങനെ സംഭവിച്ചേ? അതായത് ആ ഒരു ഓഫീസിലേക്ക് ഹീറോ ഒരു പെൺകുട്ടിയെ കാണാൻ പോകുന്ന മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ, എന്നാൽ ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞിരുന്നില്ല. അതായത് ഹീറോ തുടക്കം മുതലേ വായിച്ച് ചെയ്തുകൊണ്ടിരുന്നത് അത് പല്ലവിയായിരുന്നു. അപ്പോഴാണ് പല്ലവി ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ഹീറോയോട് സംസാരിക്കാൻ ഒരുങ്ങിയെ. അപ്പൊ ഹീറോയും കരുതി അവളോട് കാര്യങ്ങൾ പറയാന്ന്. എന്നാൽ അതിനിടയിലല്ലേ ബബ്ലു ചാടി കയറിയിട്ട് ഓൾറെഡി ഹീറോ സന്ധ്യയാണ് പ്രണയിക്കുന്നതെന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഹീറോ എന്തിനാ സന്ധ്യയുടെ കേസ് എടുത്ത് അന്വേഷിക്കാൻ ഇറങ്ങിയെന്ന് വെച്ചാല് ആ ഒരു അന്വേഷണ സമയത്ത് പല്ലവിയെ കുറച്ചടുത്ത് കാണുകയും ചെയ്യാം, അവളോട് അവസരം കിട്ടുമ്പോൾ അവന്റെ ഇഷ്ടം പറയുകയും ചെയ്യാം. ബബ്ലുവിനോട് പറയുന്നുണ്ട്, അല്ല ഇതൊക്കെ എങ്ങനെയാടാ ഞാൻ അവളോടൊന്ന് പറയാ. എന്നാൽ ഓൾറെഡി ഹീറോ പറഞ്ഞ എല്ലാ കാര്യവും പല്ലവി പിന്നിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഓടി വന്നിട്ട് ഹീറോയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോ പല്ലവിയും പറയുന്നുണ്ട്, ആദ്യം മുതലേ എനിക്കും നിന്നെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഹീറോയും ഹാപ്പി ആയിട്ട് അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. അതേ സ്ഥലത്തേക്ക് എല്ലാവരും വരികയാണ്. അപ്പോ സന്ധ്യയും അവളെ രക്ഷപ്പെടുത്തിയതിന് ഹീറോയോട് താങ്ക്സ് പറയുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല ഹാപ്പി എൻഡിങ്ങോടുകൂടി കുറച്ചധികം തലകൾ ചുറ്റിച്ച ഈ ഒരു കിടിലൻ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ പ്രതീക്ഷ പോലെ ആവശ്യത്തിന് ട്വിസ്റ്റിൽ ഉണ്ടായിരുന്നോ? ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തുക. മറ്റൊരു അടിപൊളി കഥയിൽ നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ഇത് നിങ്ങളുടെ സ്വന്തം ട്വിസ്റ്റ് മലയാളി. ടാറ്റ ബൈ ബൈ.